ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ ഭദ്രാസനത്തിൻ്റെ ഇടയശ്രേഷ്ഠനായിരിക്കുന്ന അഭിമന്യ ദിയേസ്കുറു സിരിമേനി, വന്യ കൊറിപ്പിസ്കോപ്പാച്ചന്മാരെ റമ്പാച്ചൻ, ഇത്രയും സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ ഏറ്റവും പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ സഭ ഏറ്റവും ശ്രേഷ്ഠമായ അനുതാപത്തിൻ്റെ, അനുരഞ്ജനത്തിൻ്റെ, ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ വിനയപ്പെടുത്തുന്ന നോമ്പിൻ്റെ കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണല്ലോ. ഈ പരിശുദ്ധമായ നോമ്പ് നമുക്ക് പാപങ്ങളിൽ നിന്നുള്ള വിടുതലിന് കാരണമായി തീരണം. യേശുമ്പുരാനെ ഈ ഭൂമിയിലേക്ക് കൽപ്പിച്ചയച്ചതും പാപങ്ങൾ മോചിക്കപ്പെടുവാനായിട്ടാണ്. നമ്മളിവിടെ വരുന്ന കൂടി വരവിൻ്റെ എല്ലാം ആകത്തുക എന്ന് പറയുന്നത് ഞാനും നിങ്ങളുമെല്ലാം വിശുദ്ധീകരിക്കപ്പെട്ട് കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ അവനെ എതിരേൽക്കുവാൻ തേജസ്സിൻ്റെ കിരീടങ്ങൾ അണിഞ്ഞ് മഹത്വത്തിൻ്റെ കുരുത്തോലുകളുമായി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവൻ്റെ മഹത്വ രാജ്യത്തിൽ പ്രവേശിക്കുന്ന ആട്ടുംകൂട്ടങ്ങളായി തീരുവാനായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ കൂടി വന്നിരിക്കുന്നത്. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ ദിവസങ്ങളിൽ എന്നെ ചിന്തിപ്പിച്ച ഒരു വലിയ വിഷയമാണ് ഇന്നത്തെ സന്ധിയിൽ നമുക്ക് ദൈവസന്നിധിയിൽ ആശ്രയിച്ചുകൊണ്ട് ചിന്തിക്കുവാനായിട്ടുള്ളത്. ഞാനൊരു ദേവാലയത്തിൽ ശുശ്രൂഷ നടത്തുമ്പോൾ അതിനുശേഷം ഒരു യുവാവ് എന്നോട് വന്നിട്ടൊരു കാര്യം പറഞ്ഞു. അച്ഛാ, ഈ അച്ഛന്മാരിങ്ങനെ കൈവച്ച് പ്രാർത്ഥിച്ചാൽ ഉടനെ പാപമോചനം കിട്ടുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു വെല്ലുവിളി കൂടിയാണ്. നമ്മുടെ യുവതി യുവാക്കന്മാർ പലരും ഇന്ന് സഭയുടെ കൂദാശകളിൽ സംബന്ധിക്കുന്നുണ്ടെങ്കിലും ആഴമാർന്ന വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രതിധ്വനിയാണ് ഞാനിപ്പോൾ പറഞ്ഞ വാക്കുകൾ. പാപങ്ങൾ മോചിക്കുവാൻ പുരോഹിതന്മാരൊരു ഊസോയ കൊടുത്താൽ ഉടനെ പാപമോചനം കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതെന്നെ ഒത്തിരി ചിന്തിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും സ്നേഹമുള്ളവർ, നമ്മളിന്ന് ചിന്തിക്കുന്ന ഒരു വിഷയം സഭയുടെ അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷയായ വിശുദ്ധ കുംഭസാരം എന്ന കൂദാശയാണ്. ഈ കൂദാശ പലപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ള കാലങ്ങളുണ്ട്. ഇന്ന് ഈ സന്ധ്യയിൽ നമ്മൾ ചേർന്നിരിക്കുമ്പോൾ എന്തിന് കുമ്പസാരിക്കണം? ഇതിനെ ശക്തമായി നമ്മൾ ചിന്തിക്കണം. പരിശുദ്ധ സഭയിൽ ഇന്ന് ഈ കൂദാശയോടുള്ള ആഭിമുഖ്യം കുറഞ്ഞുകൊണ്ടിരിക്കുക. എന്തിനാണ് നമ്മൾ കുമ്പസാരിക്കേണ്ടത്? പാപം എവിടെയുണ്ടോ അവിടെയെല്ലാം സാത്താന് അധികാരമുണ്ട്. ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പാപം എവിടെയുണ്ടോ അവിടെ സാത്താന് അധികാരമുണ്ട്. അവൻ്റെ താവളം അവിടെ ഉണ്ടായിരിക്കും. പാപമുള്ള സാഹചര്യങ്ങളിലെല്ലാം സാത്താൻ അധികാരമെടുക്കുകയാണ്. ഈ അടുത്ത നാളിൽ ഒരു ദേവാലയത്തിലെ ശുശ്രൂഷയിൽ ഏറ്റവും മുമ്പിലിരിക്കുന്ന ഒരു കുഞ്ഞ് നന്നായി കരയുന്നത് കാണാനിടയായി. അവൻ നന്നായിട്ട് കരയുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പോകുവാനൊരുങ്ങിയപ്പോൾ ആ കുഞ്ഞെൻ്റെ അടുക്കൽ കടന്നു വന്നിട്ട് പറഞ്ഞ, അച്ഛാ, എനിക്ക് പലതും ഉപേക്ഷിക്കണമെന്നുണ്ട്, എനിക്ക് പറ്റുന്നില്ല. ഞാൻ അവനോട് ചോദിച്ചു, നീ എത്രയിലാണ് പഠിക്കുന്നത്? അപ്പോൾ അവനെന്നോട് പറയുകയാണ്, അച്ഛാ, 7ാം ക്ലാസ്സിലാണ്. ഞാൻ ചോദിച്ചു, നീ എന്താണ് ഉപേക്ഷിക്കാനുള്ളത്? ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. എന്താണ് പാപമുള്ളിടത്ത് സാത്താൻ താവളമുണ്ടാക്കുന്നതെന്നുള്ള കാര്യമാണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ കുഞ്ഞിനോട് പറയുകയാണ്, അച്ഛാ, കാണാൻ കൊള്ളാത്തതൊക്കെയും ഞാൻ കാണുന്നുണ്ട്.
എനിക്കത് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. ഞാൻ ചോദിച്ചു എവിടെ നിന്ന്? അപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ അപ്പൻ്റെ ഫോണിൽ നിന്ന്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, എൻ്റെ അപ്പൻ്റെ ഫോണിൽ നിന്നാണ് ഞാൻ കാണുന്നത്. ഞാൻ ചോദിച്ചു എപ്പോഴാണ് കാണുന്നത്? എല്ലാവരും കിടന്നു കഴിയുമ്പോൾ അവൻ രാത്രിയിൽ എഴുന്നേൽക്കും. എല്ലാവരും കിടന്നു കഴിയുമ്പോൾ രാത്രിയിൽ എഴുന്നേൽക്കും. അപ്പൻ്റെ ഫോൺ അവിടെ ചാർജ് ചെയ്യാനൊക്കെ വെച്ചിട്ടുണ്ടാകും. അതെടുത്ത് അതിലൂടെ കാണുന്നത് നിർത്താൻ പറ്റുന്നില്ല. സ്കൂളിൽ പോകുമ്പോൾ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റുന്നില്ല. അധ്യാപകരുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. ഭക്ഷണം നന്നായി കഴിക്കാൻ പറ്റുന്നില്ല. പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഈ പറഞ്ഞതെല്ലാം ഒരു ദൈവവചനമാണ്. 32-ാം സങ്കീർത്തനം, 38-ാം സങ്കീർത്തനം, സങ്കീർത്തനക്കാരൻ പറയാണ്, ദൈവമേ നിന്റെ കൈ എൻ്റെ മേ ഭാരമാണ്. പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെന്ന്. ദൈവ സാന്നിധ്യം ഭാരമാണ്. പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ക്ഷീണം, തളർച്ച, അസ്വസ്ഥത, അതിഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ, എങ്ങനെയായാലും തീർന്നാൽ മതി. ദേവാലയത്തിൽ കയറാൻ പറ്റുന്നില്ല. ആ കുഞ്ഞിനോട് പറയാച്ച പള്ളിക്കുള്ളിൽ കയറാൻ പറ്റുന്നില്ല. ഇതെവിടെ നിന്ന് വന്നു? ഇത് വന്നത് എവിടെയാണ്? ഒരപ്പൻ പാപത്തിൽ ജീവിച്ചപ്പോൾ. ആ കുഞ്ഞ് പാപം ചെയ്തിട്ടില്ലേ? ആ കുടുംബത്തിൽ സാത്താൻ അധികാരമെടുത്തു. കർത്താവിൽ സ്നേഹമുള്ളവരെ, ദാവീദ് പാപം ചെയ്തപ്പോൾ നാഥാം പ്രവാചകൻ പറഞ്ഞു, ഈ വീട്ടിൽ നിന്ന് ഈ വാള് മാറുകയില്ല. നീ ചെയ്ത പാപങ്ങളുടെ ദുരാത്മശക്തി ഈ വീട്ടിലുണ്ട്, ഈ കൊട്ടാരത്തിലുണ്ട്. 2 ശമൂവേലിന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ ദാവീദിനോട് നാഥാം പ്രവാചകൻ പറയാ, നിന്റെ വീട്ടിൽ നിന്ന് വാള് മാറുകയില്ല, അത് ഇറങ്ങി വരും. ദാവീദ് ചെയ്ത അതേ പാപങ്ങൾ ദൈവം ഒരു വചനോട് പറഞ്ഞു, നീ ഇരുട്ടത്താരും കാണാതെ ചെയ്തത് നിന്റെ മക്കൾ വരുമ്പോൾ വെളിച്ചത്തിൽ ചെയ്യും, പകല് ചെയ്യും. ആ കുടുംബത്തിന്റെ അവസ്ഥ നോക്കിക്കേ. ദാവീദ് ചെയ്ത അതേ പാപങ്ങളാണ് മക്കളിലേക്ക് വരുന്നത്. ദാവീദ് ഊരിയാവിന്റെ ഭാര്യയെ സ്വന്തമാക്കിയപ്പോൾ ദാവീദിന്റെ മകനായ അമ്നോൻ സ്വന്തം പെങ്ങളെ താമാറിനെ നശിപ്പിച്ചു. ആ വീട്ടിൽ നടക്കുകയാണ്. അതറിഞ്ഞപ്പോൾ ദാവീദ് പറയാണ്, ദൈവമേ, ദൈവമില്ലാത്ത ജാതികളിൽ പോലും ഇങ്ങനെ ഒരു തിന്മയില്ലല്ലോ, എൻ്റെ വീട്ടിൽ ഇങ്ങനെ സംഭവിച്ചു. അടുത്തത് എന്താണ്? ദാവീദ് മദ്യപാനം, ഊരിയാവിന് മദ്യം കൊടുത്തു. 11-ാം അധ്യായത്തിലുണ്ട്, 2 ശമൂവേൽ 11-ാം അധ്യായത്തിൽ. എന്നാൽ നമ്മൾ കാണുന്ന ഇപ്പോൾ എന്താണെന്നറിയാമോ? അബ്സാലോം അമ്നോന് മദ്യം കൊടുക്കുന്നു. സ്വന്തം മകൻ മറ്റൊരു സഹോദരന് മദ്യം കൊടുക്കുന്നു. ആ വീട്ടിൽ ഊരിയാവിനെ കൊന്നു. അബ്സാലോം അമ്നോനെ കൊന്നുകളഞ്ഞു. ഈ തിന്മകളെല്ലാം വീട്ടിൽ വരികയാണ്. പാപമുള്ളിടത്ത് സാത്താന് അധികാരമുണ്ട്. സാത്താന്റെ താവളമാണ്. ആകയാൽ പ്രിയമുള്ളവരെ, തിന്മ കാണുന്നിടത്തെല്ലാം സാത്താൻ അധികാരമെടുക്കും. ഒരഭിവൃദ്ധിയും ഉണ്ടാകത്തില്ല, പുരോഗതി ഉണ്ടാകത്തില്ല, ഒന്നിലും പോയാൽ വഴി തുറക്കത്തില്ല. എന്താ കാര്യമെന്നറിയാമോ? പാപമുള്ള ശരീരം തന്നെ നിന്റെ വഴിക്കെതിരാകും. ഇത് നീ ശ്രദ്ധിക്കണം. പാപമുള്ള ശരീരം തന്നെ നമ്മുടെ വഴിക്ക് എതിരാണ്, തടസ്സമിടും. യെശയ്യാവിൻ്റെ പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം വായിക്കാം. യെശയ്യാവിൻ്റെ പുസ്തകം 33-ാം അധ്യായം 15-ാം വാക്യം. വേദപുസ്തകമുള്ളവർ ഒന്നെടുത്താൽ നല്ലതാണ്. നമ്മൾ കുറേ വചനങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് നോക്കുന്നു. എന്തിനാണെന്നറിയാമോ? ദൈവത്തിൻ്റെ വചനം നമ്മളെ പല പാപങ്ങളിൽ നിന്ന് വിടുവിക്കും, ശുദ്ധീകരിക്കും. യെശയ്യാവിൻ്റെ പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. നീതിയായി നടന്ന് നേർ പറയുകയും പീഡനത്താലുള്ള ആദായം വെറുക്കുകയും കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കളയുകയും രക്തപാതകത്തെക്കുറിച്ച് കേൾക്കാതെ വണ്ണം ചെവി പൊത്തുകയും. അടുത്ത വാക്ക് ശ്രദ്ധിച്ച്, ദോഷത്തെ കണ്ട് രസിക്കാതെ വണ്ണം കണ്ണ് അടച്ചു കളയുകയും ചെയ്യുന്നവൻ. ദോഷം കണ്ട് രസിക്കാതെ വണ്ണം കണ്ണുകൾ അടച്ചു കളയുകയും ചെയ്യുന്നവൻ, അവൻ എങ്ങനെയായിരിക്കും? അവൻ ഉയരങ്ങളിൽ വസിക്കും. പാറക്കോട്ടകൾ അവൻ്റെ അഭയസ്ഥാനമായിരിക്കും. അവൻ്റെ അപ്പം, അവൻ്റെ വെള്ളം അവന് മുട്ടിപ്പോകത്തില്ല. ദൈവമരുളി ചെയ്തിരിക്കുകയാണ്. പാപം കണ്ട് രസിക്കാതെ വണ്ണം കണ്ണുകളെ സൂക്ഷിക്കുന്നവൻ. ശ്രദ്ധിക്കണം. എന്താണെന്നറിയാമോ? നമുക്കിപ്പോൾ നല്ലൊരു മെസ്സേജാണ് വരുന്നത് ഫോണിൽ.
നല്ലൊരു കാര്യമാണ് കാണാൻ വേണ്ടി വരുന്നത്. അത് ഓപ്പൺ ചെയ്ത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ കൊള്ളാത്ത ഒത്തിരി വിഷയങ്ങളിലേക്ക് കയറിപ്പോകും. കാണാൻ കൊള്ളാത്ത ഒത്തിരി വിഷയങ്ങളിലേക്ക്. 2 പത്രോസിൻ്റെ പുസ്തകം 2-ാം അധ്യായം 14-ാം വാക്യം എന്താണെന്നറിയാമോ? കണ്ണിനൊരു പ്രശ്നമുണ്ട്. 2 പത്രോസിൻ്റെ പുസ്തകം 2-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പാപം കണ്ടിട്ടും മതിവരാത്ത കണ്ണാണ്. പാപങ്ങൾ കണ്ടിട്ടും മതി വരുന്നില്ല. ഇങ്ങനെയുള്ള തിന്മ നിന്റെ ഭവനത്തിലുണ്ടെങ്കിൽ ആ വീട്ടിൽ സാത്താൻ അധികാരമുണ്ട്. ലേവ്യ പുസ്തകം 18-ാം അധ്യായം വായിക്കുമ്പോൾ ദൈവം പറയുകയാണ്, കാണരുതെന്ന് 20 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. എന്താണ്? നഗ്നത കാണരുത്, നഗ്നത കാണരുത്. ദൈവം ആവർത്തിച്ച് ഏതാണ്ട് കേവലം 12 വാക്യങ്ങളിൽ 20 പ്രാവശ്യം പറഞ്ഞിരിക്കുക, നഗ്നത കാണരുത്. എന്തിന് ദൈവം പറഞ്ഞു? ഇങ്ങനെ കണ്ടാൽ ഒരു പരിധിയുണ്ട്, അത് കഴിയുമ്പോൾ ദേശം ഛർദ്ദിച്ച് കളയും. ദേശം എന്ത് ചെയ്യും? ഛർദ്ദിച്ച് കളയും. ലേവ്യ പുസ്തകം 18-ാം അധ്യായത്തിൽ ഒരു വാക്യമാണ്. എന്താണെന്നറിയാമോ? ഒരു ലെവലുണ്ട്, പാപത്തിനൊരു ലെവലുണ്ട്. അത് കഴിയുമ്പോൾ അത് നമുക്ക് വലിയ പ്രശ്നമായി വരും. പാപത്തിൻ്റെ ലെവൽ എന്താണെന്നറിയാമോ? പാലടുപ്പത്ത് വെച്ചാൽ നമുക്കറിയാം തിളച്ചു പോകും. നമുക്ക് തിളച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ തീ ഇച്ചിരി കുറച്ച് വെച്ച് പിന്നെയും തിളപ്പിച്ചുകൊണ്ടിരിക്കാം, ഇല്ലേ? പക്ഷേ കുറച്ചുകൂടെ കഴിഞ്ഞാൽ എന്നാ പറ്റും? അത് പോവും. അതുകൊണ്ടാണ് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്, 4 തലമുറകൾക്ക് മുന്നേ, ഏതാണ്ട് 500 വർഷങ്ങൾക്ക് മുമ്പേ ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, നിന്റെ മക്കളുടെ മക്കളുടെ മക്കൾ 4-ാം തലമുറ ഈ കനാൻ വിട്ട് മറ്റൊരു ദേശത്തിൽ അടിമകളായി പാർക്കും. പക്ഷേ ഞാൻ അവരെ വിടുവിക്കും, അവരെ കനാനിലേക്ക് കൊണ്ടുവരും. പക്ഷെ ദൈവം നേരത്തെ തന്നെ ഒരു കാര്യം പറഞ്ഞു. എന്താണെന്നറിയാമോ? കനാനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇവിടെ താമസിക്കുന്ന ജനമുണ്ട്, അവരോട് ഞാൻ ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം, 4-ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും. അടുത്ത വാക്യം ശ്രദ്ധിച്ച്, അമോര്യരുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല. അമോര്യർ പാപം ചെയ്യുന്നു. എന്ത് പാപമാണ്? ലേവ്യ പുസ്തകം 18-ലെ പാപമാണ്. നഗ്നത കണ്ടുകൊണ്ടിരിക്കുന്നു, ദൈവത്തിന് സ്ഥാനമില്ല. 3 തരം പാപങ്ങളാണ്. നഗ്നത കാണുന്നു, ദൈവത്തിന് സ്ഥാനമില്ല, മാത്രമല്ല ആഭിചാര കാര്യങ്ങൾ ചെയ്യുന്നു. അമോര്യരുടെ പാപങ്ങളുടെ അതിൻ്റെ തികവ് വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ തിളച്ച് മറിഞ്ഞിട്ടില്ലെന്ന്. തിളച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ, മറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് പല കുടുംബങ്ങളും പറയുന്നത് എന്താണ്? ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, പല ആൾക്കാരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ട്. ആവർത്തന പുസ്തകം 29-ാം അധ്യായം, 28 അല്ല 29-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, വരണ്ടതും നനവുള്ളതും ഒരുപോലെ. പല ആൾക്കാരുടെയും ചിന്ത ഇങ്ങനെയാണ്, അവർ പാപം ചെയ്യാതെ ജീവിച്ചിട്ടും ഇവർ പാപം ചെയ്തിട്ടും കുഴപ്പമില്ല, വരണ്ടതും നനവുള്ളതും ഒരുപോലെ. അപ്പോൾ നീ ഹൃദയത്തിൽ പറയും, ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ കാഠിന്യപ്രകാരം ഇഷ്ടപ്രകാരം എങ്ങനെ നടന്നാലും ഞാൻ സുഖിച്ചാലും കുഴപ്പമില്ല. ഇത് ശ്രദ്ധിക്കണം, ദൈവത്തിൻ്റെ വചനമാണ്. ഹൃദയത്തിൻ്റെ കാഠിന്യപ്രകാരം നടന്നാലും എനിക്ക് സുഖമുണ്ടാകുമെന്ന് പറഞ്ഞ് ഞാൻ ഈ തിന്മകളൊക്കെ ചെയ്താലും ഒരു കുഴപ്പവും വരില്ല എന്ന് പറയുന്നവനെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, തിളച്ചു മറിയുന്ന ഒരു കാലം വരും. തിളച്ചു മറിയുന്ന കാലം. അന്ന് എന്താ പറ്റുന്നതെന്നറിയാമോ? റോമാലേഖനം ഇന്നത്തെ വായനയാണ്, ഇന്നത്തെ പ്രഭാതത്തിലെ ശ്ലീഹാ വായനയാണ് റോമാലേഖനം 2-ാം അധ്യായം. റോമാലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം. 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്. റോമാലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം വായിക്കാം. തിന്മ പ്രവർത്തിക്കുന്ന ഏതു മനുഷ്യാത്മാവിനും, പാപം ചെയ്യുന്ന ഏതു മനുഷ്യനും, അത് ദൈവമുള്ളവനാകട്ടെ ദൈവം ഇല്ലാത്തവനാകട്ടെ ആരുമായിക്കൊള്ളട്ടെ, ഇങ്ങനെയാണ് വചനം,
തിന്മ പ്രവർത്തിക്കുന്ന ഏതു മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും. ആദ്യം യഹൂദനും, പിന്നെ ആർക്കാ? യവനനും. എന്താ അത്? യഹൂദൻ ദൈവത്തിൻ്റെ മക്കൾ. ഇങ്ങനെ പറയാം, തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യം ദൈവത്തെ അറിഞ്ഞവർക്കും പിന്നെ ദൈവത്തെ അറിയാത്തവർക്കും. ദൈവത്തെ അറിഞ്ഞവർക്കും അറിയാത്തവർക്കും ഒരുപോലെ. പാപം ചെയ്താൽ അതിൻ്റെ പരിണിത ഫലമാണ് കഷ്ടവും സങ്കടവും. ദാവീദ് കൊട്ടാരത്തിലിരുന്ന് വാവിട്ട് കരഞ്ഞു. ആ കണ്ണുനീരിൻ്റെ പേരാണ് രക്ത കണ്ണുനീർ. അമ്നോനില്ല. താമാർ എന്ന് പറയുന്ന ഏകമകൾ വീടിൻ്റെ മൂലയ്ക്ക് ആരെയും കാണണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. അബ്ശാലോം നഷ്ടപ്പെട്ടു. മക്കളെല്ലാം നഷ്ടപ്പെടുകയാണ്. ദാവീദ് വാവിട്ട് കരഞ്ഞു, ദൈവമേ, എൻ്റെ കുടുംബത്തിൽ എന്താണ് ഇങ്ങനെ? എൻ്റെ കുടുംബത്തിൽ എന്താണ് ഇങ്ങനെ? പാപമുള്ളിടത്ത് സാത്താൻ്റെ അധികാരം. അത് കവിഞ്ഞൊഴുകുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അത് കവിഞ്ഞൊഴുകുമ്പോൾ നിന്റെ വീട്ടിൽ നിന്ന് നിന്നെ പുറത്താക്കുമെന്ന്. അതുകൊണ്ടാണ് കനാനിൽ ഒത്തിരി പേരുണ്ട്. കനാന്യർ, ഹിത്യർ, ഹിവ്യർ, പെരിസ്യർ, എബ്യൂസ്യർ എല്ലാവരും ഉണ്ട്. ദൈവം ഇസ്രായേൽ ജനത്തെ അവിടെയോട്ട് കൊണ്ടുവരുമ്പോൾ അനീതിയല്ലേ? എന്നാൽ ദൈവം പറയുന്നു, ഞാൻ അനീതി ചെയ്തിട്ടില്ല. അവർ ചെയ്ത പാപം മൂലം പാല് കവിഞ്ഞൊഴുകിയതുപോലെ ദേശം അവരെ ഛർദ്ദിച്ചു. നീ നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് നിന്നെ ഉമിണ്ണ് കളയും. അത് പുരോഹിതനായാലും അൽമായനായാലും ആരായാലും ദൈവത്തിൻ്റെ വചനമാണ്. പാപത്തിൻ്റെ ഒരു പരിധി കഴിയുമ്പോൾ എടുത്തങ്ങ് കളയും. ലേവ്യ പുസ്തകത്തിലെ വാക്യം കൂടി ഒന്ന് വായിക്കാം. ലേവ്യ പുസ്തകം 18-ാം അധ്യായത്തിലും അതുപോലെ 19-ാം അധ്യായത്തിലുമെല്ലാം ഈ വചനമുണ്ട്. ദൈവം ഇസ്രായേൽ മക്കളെ കനാനിലേക്ക് കൊണ്ടുവന്നത് എപ്പോഴാണെന്നറിയാമോ? 18-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം. ഞാൻ അതിൻ്റെ അകൃത്യം അതിമേ സന്ദർശിച്ചു. ദേശം തൻ്റെ നിവാസികളെ ഛർദ്ദിച്ച് കളഞ്ഞു. ദേശം തൻ്റെ നിവാസികളെ ഛർദ്ദിച്ച് കളഞ്ഞു. താമസിക്കുന്നിടത്ത് താമസിക്കാൻ പറ്റുന്നില്ല. സ്ഥലം മാറി ഓടി നടന്നിട്ട് കാര്യമില്ല. പിന്നെ എന്താണ് പ്രശ്നം? പാപം ഉള്ളിടത്ത് സാത്താൻ വന്നിരിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം ചെറിയൊരു വാക്യമാണ്. ശവമുള്ളയിടത്ത് കഴുക്കൾ കൂടും. എന്താണ് ഈ ശവം? പിതാക്കന്മാർ രണ്ട് രീതിയിൽ ഇതിനെ വിവർത്തനം ചെയ്യുന്നുണ്ട്. ഒന്ന്, അനുദപിക്കാത്ത ഏറ്റുപറയാത്ത പാപം അത് ശവം നാറുന്നത് പോലെ ജീവിതത്തിൽ നാറും. നീ അനുദപിക്കാത്ത ഏറ്റുപറയാത്ത പാപങ്ങൾ നിന്റെ ജീവിതത്തിൽ നാറ്റമുണ്ടാക്കും. അവിടേക്ക് കഴുകന്മാരെ ക്ഷണിച്ചു വരുത്തേണ്ട ആവശ്യമില്ലെന്ന്. നീ ക്ഷണിക്കേണ്ട ആവശ്യമില്ല. സാത്താൻ അവിടേക്ക് വന്നിരിക്കും, അധികാരമെടുത്തിരിക്കും. മറ്റൊരു കാര്യം പറയുന്നുണ്ട്, പാപത്തിന് മരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പാപത്തിന് മരിച്ചവനായി തീർന്നാൽ പരിശുദ്ധാത്മാവ് നമ്മൾ വിളിക്കാതെ തന്നെ വരും. പരിശുദ്ധാത്മാവ് വരും. എന്നിലുള്ള ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് വന്നിരിക്കും. അതുകൊണ്ടാണ് യോഹന്നാൻ പ്രാർത്ഥിച്ചത്, ഞാനോ കുറയണം, അവൻ വളരണം. അതുകൊണ്ട് കർത്താവ് സ്നേഹമുള്ളവരെ, രണ്ട് കാര്യങ്ങൾ ഇതിന് വിവർത്തനമുണ്ട്. ഒന്ന്, പാപം ഏറ്റുപറയാതെ കിടന്നാൽ, അനുദപിക്കാതെ കിടന്നാൽ, കുഴപ്പമില്ല എന്ന് പറഞ്ഞിരുന്നാൽ നിന്റെ വീട്ടിൽ കഴുകന്മാർ വരുന്നത് പോലെ സാത്താൻ വന്നിരിക്കും. അബ്രഹാം ബലിയർപ്പിച്ചപ്പോൾ റാഞ്ചൻ കഴുകൻ വന്നു. അത് പിളർത്തി ബലിയർപ്പണത്തിൽ ആരാ ഈ കഴുകൻ? അവിടെ പറയുന്നത് സാത്താനാണെന്ന്. അബ്രഹാം അതിനെ ആട്ടി ഓടിച്ചു. നിന്റെ ജീവിതത്തിൻ്റെ മാലിന്യങ്ങളിലേക്ക് വരുന്ന കഴുകന്മാരുണ്ട്, അതിനെ ആട്ടി ഓടിച്ചു. അതുകൊണ്ട് എന്തുകൊണ്ടാണ് കുമ്പസാരിക്കേണ്ടത്? കുമ്പസാരിച്ചില്ലെങ്കിൽ വീട്ടിൽ ആരധികാരമെടുക്കും? സാത്താൻ. ഇനി അതിൻ്റെ തീവ്രത നോക്കണം. യൂദായുടെ പുസ്തകം, പുതിയ നിയമത്തിൽ യൂദായുടെ പുസ്തകം അധ്യായമില്ല, 9-ാം വാക്യം. യൂദായുടെ പുസ്തകം 9-ാം വാക്യത്തിൽ മോശ മരിച്ചു,
മോശയുടെ ശവസംസ്കാര ശുശ്രൂഷയാണ്. 9-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്: പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിച്ചു. മോശ മരിച്ചപ്പോൾ ശരീരത്തിൻ്റെ അവകാശവുമായി പിശാചു വന്ന് നിൽക്കുകയാണ്. ആരാണ് ഈ മോശ? വാർദ്ധക്യത്തിൻ്റെ ആ തീവ്രതയിൽ ഇസ്രായേൽ മക്കളെ മരുഭൂമിയുടെ കടിഞ്ചൂടിൽ കൂടെ വഴി നടത്തിയ, സകലവും തൻ്റെ ജനത്തിനു വേണ്ടി സമർപ്പിച്ച ഒരു ഇടയ ശ്രേഷ്ഠൻ, എല്ലാം ഏൽപ്പിച്ചു കൊടുത്തവൻ, 80 വയസ്സ് മുതൽ 120 വയസ്സ് വരെ തൻ്റെ പ്രായത്തിൻ്റെ കാഠിന്യമൊക്കെ വകവെക്കാതെ ആ മരുഭൂമിയുടെ ചൂടിലും എല്ലാം മറന്ന് കനാൻ ലക്ഷ്യമാക്കി ഒരു ജനത്തെ കനാനിൽ കയറ്റാമെന്ന് പറഞ്ഞുകൊണ്ട് സർവ്വവും സമർപ്പിച്ച മോശ, എൻ്റെ പ്രിയമുള്ളവരെ, മരിച്ചപ്പോൾ സാത്താൻ വന്ന് നിൽക്കുക, ഇതെൻ്റേതാണെന്നും പറഞ്ഞ്. എന്താ കാര്യം? സംഖ്യയുടെ പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. ഒരു ചെറിയ പ്രശ്നമുണ്ട്. ദൈവം പറഞ്ഞു വെള്ളം കൊടുക്കാൻ പാറയോട് കൽപ്പിക്കണം. 11-ാമത്തെ വാക്യത്തിൽ മോശ ജനമിങ്ങനെ പ്രകോപിപ്പിച്ചപ്പോൾ ബാലൻസ് ഇല്ലാത്തൊരു വികാരമുണ്ടായി. നമ്മുടെ വികാരങ്ങൾ ചിലപ്പം ബാലൻസ്ഡ് ആവത്തില്ല. ജനമിങ്ങനെ പ്രകോപിപ്പിച്ചപ്പോൾ ഒരു അൺബാലൻസ്ഡ് ആയിട്ടുള്ള ആ ഒരു ഫീലിങ്ങിൽ മോശയ്ക്ക് അല്പം ദേഷ്യമൊക്കെ വന്നു. അപ്പോൾ എന്ത് ചെയ്തെന്നറിയാമോ? പാറയിൽ 2 പ്രാവശ്യം അടിച്ചു. സാത്താൻ ലീഗലായിട്ട് ക്ലെയിം ചെയ്തു, ഇത് വചനത്തിൻ്റെ അനുസരണക്കേടാണ്, നീ പറഞ്ഞ വചനം ധിക്കരിച്ചവനാണ് മോശ, അതുകൊണ്ട് ഈ ശരീരം എൻ്റേത്. നിങ്ങൾ നോക്കിക്കേ, ഇത്രയും ദൈവത്തിൻ്റെ സ്നേഹിതനായി നടന്ന മോശയെ ആ ശരീരം സാത്താൻ ചോദിച്ചെങ്കിൽ എൻ്റെ നിങ്ങളുടെ വീട്ടിൽ എത്രയധികം സാത്താൻ അധികാരമെടുക്കും, എത്രയധികം. അവിടെ മീഖായേൽ പറയുന്നു, സാത്താനോടൊരു ദൂഷണം പോലും ഉച്ചരിക്കാതെ കർത്താവ് നിന്നെ ഭർഷിക്കട്ടെ എന്നൊരു വാക്ക് മാത്രം പറഞ്ഞു. കർത്താവ് എന്താ പറഞ്ഞത്? സാത്താനെ, നിനക്കിതിന്മേൽ അധികാരമില്ല, കാരണം മോശ ചെയ്ത ഈ ചെറിയ തെറ്റിന് ശിക്ഷ ഞാൻ കൊടുത്തു കഴിഞ്ഞു. അതിൻ്റെ പേരാണ് ബാലശിക്ഷ. ഇതിൻ്റെ പേരെന്താണ്? ബാലശിക്ഷ. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾക്കൊരു ഗുണമുണ്ട്. എല്ലാവർക്കും എന്നാ തരും? ബാലശിക്ഷ തരും. ദൈവത്തെ അറിഞ്ഞവർക്കൊരു ഗുണമുണ്ട്, ബാലശിക്ഷ. മോശയ്ക്ക് കൊടുത്ത ബാലശിക്ഷ എന്താണ്? ഈ സംഖ്യയുടെ പുസ്തകം 20-ാം അധ്യായം, മരണത്തിൻ്റെ അവസാന നാളിൽ സംഭവിച്ച ഒരു കാര്യം. ദൈവം മോശയെ വിളിച്ചു പറഞ്ഞു, മോശേ, കനാനിലേക്ക് കാലുകുത്തില്ല നീ, കനാനിലേക്ക് പ്രവേശിക്കില്ല നീ. ആവർത്തന പുസ്തകം 4-ാം അധ്യായം വായിക്കുമ്പോൾ പല സമയത്തും കരഞ്ഞുപോയി. എന്താ കാര്യമെന്നറിയാമോ? മോശ ദൈവത്തെ നോക്കി ആഗ്രഹിച്ച് കാത്തിരുന്ന് 40 ദിവസം പല ആവർത്തി നോമ്പെടുത്ത മനുഷ്യനാണ്. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൽ ദൈവത്തെ നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ ദൈവമേ, എനിക്കവിടെ ഒന്ന് കയറാൻ പറ്റുമോ? ആവർത്തന പുസ്തകം 3-ാം അധ്യായമാണ്. എനിക്കിങ്ങനെ മനസ്സിൽ വരുന്നതുകൊണ്ടാണ് ഇത് മാറിപ്പോകുന്നത്. ആവർത്തന പുസ്തകം 3-ാം അധ്യായം 25-ാം വാക്യം എത്ര മനോഹരമായൊരു വാക്യമാണ്. ഞാൻ കടന്നു ചെന്ന് യോർദാൻ അക്കരെയുള്ള നല്ല ദേശവും മനോഹരമായ പർവ്വതവും ലെബാനോനും ഒന്ന് കണ്ടുകൊള്ളട്ടെ. മോശ പറയുകയാണ്, ഞാനൊന്ന് പോയിട്ട് ആ ദേശം 40 വർഷമായി കാത്ത് നോറ്റിരിക്കുന്ന ഒരു ദേശം, ഈ ജനത്തെ പ്രത്യാശയോടുകൂടി കയറാൻ പറ്റുമെന്ന് വിളിച്ചു കൊണ്ടുപോകുന്ന ദേശം, ആ സ്വർഗീയ കനാൻ ഒന്ന് കണ്ടുകൊള്ളട്ടെ. ദൈവത്തിൻ്റെ മറുപടി എന്നാന്നറിയാമോ? ദൈവം പറഞ്ഞു, മേലാൽ ഈ അപേക്ഷ നീ പറയരുത്, മേലാൽ ഈ അപേക്ഷ പറയരുത്. ഇത് കയറ്റിയാൽ എന്താ കുഴപ്പമെന്നറിയാമോ? സാത്താൻ ലീഗൽ ക്ലെയിം എടുക്കും. അതുകൊണ്ട് ദൈവം സാത്താനോട് പറഞ്ഞു, ശിക്ഷ കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ പരിശുദ്ധനായ പൗലോസ് ലീഗ എന്നോടും നിങ്ങളോടും വിശുദ്ധ കുർബാന ഇത്ര ലാഘവത്തിൽ സ്വീകരിക്കുന്നതിനെ കുറിച്ച് ശക്തമായ ഒരു ശാസന നൽകിയിരിക്കുന്നത്. വിശുദ്ധ കുർബാന ഇത്രയും ലാഘവമായി സ്വീകരിച്ചാൽ വചനം എങ്ങനെയാണ്? 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ ദൈവം എന്ത് ചെയ്യുമെന്നറിയാമോ? നിന്നെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ ബാലശിക്ഷ നൽകി വിടുവിക്കും. 32-ാമത്തെ വാക്യം 1 കൊരിന്ത്യർ
11-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യം, വിശുദ്ധ കുർബാന അനുതാപമില്ലാതെ അശുദ്ധിയോടുകൂടി നീ അനുഭവിച്ചാൽ നീ ബലഹീനനും രോഗിയുമായി തീരും. മാത്രമല്ല ന്യായവിധിയുടെ മുമ്പാകെ നിൽക്കേണ്ടി വരും. അങ്ങനെ നിർത്താതിരിക്കാൻ വേണ്ടി ഈ ലോകത്തിൽ വെച്ച് ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ബാലശിക്ഷ നൽകും. ഇവിടെ വെച്ച് തന്നെ ആ തിന്മയ്ക്കുള്ള, തെറ്റുകൾക്കുള്ള ശിക്ഷകൾ നിനക്ക് തരും. ഇതിൻ്റെ പേരാണ് ബാലശിക്ഷ. എബ്രായർ 12 പറയുന്നു, ക്രിസ്തീയ മക്കളെ, ബാലശിക്ഷ നിരസിക്കരുത്. അത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. നിന്നെ സ്വർഗീയ കനാനിൽ കയറ്റുവാനുള്ള ദൈവത്തിൻ്റെ വ്യഗ്രതയാണ് ഈ ബാലശിക്ഷ. ആകയാൽ പ്രിയമുള്ളവരെ, മോശയെ ദൈവം കനാനിൽ കയറ്റിയോ ഇല്ലയോ? മോശ കാത്തിരുന്നത് കനാൻ കാണാനാണ്. എന്നാൽ നാളുകൾക്ക് ശേഷം മോശ ആരെ നോറ്റ് കാത്തിരുന്നുവോ ആ ദൈവത്തിൻ്റെ ഏകപുത്രനായ ക്രിസ്തു കനാനിൽ താബോർ മലയിൽ കയറി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, വേഗം ചെല്ലട, അവിടെ നീ കനാനിൻ്റെ സൗന്ദര്യമല്ലേ കാണാൻ നോക്കിയിരുന്നത്, എന്നാൽ കണ്ണുകൾ കാണാത്തൊരു സൗന്ദര്യം ഇന്ന് നീ കാണും. മോശയ്ക്ക് ദൈവം കാണിച്ചു കൊടുത്തത് സ്വർഗത്തിൻ്റെ മുഴുവൻ സമ്മാനവുമായ നിധിയുമായ ഏകപുത്രൻ്റെ തേജസ്സാണ്. ഓ, മോശ പറഞ്ഞു, അന്ന് കനാൻ കയറാഞ്ഞത് നന്നായി, എനിക്ക് കർത്താവിൻ്റെ തേജസ് കാണാൻ കഴിഞ്ഞല്ലോ. വീണ്ടും പ്രിയമുള്ളവരെ, സക്കറിയാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം. ഒരു മഹാപുരോഹിതൻ, ഓർക്കണം, മഹാപുരോഹിതൻ എന്ന വാക്ക് തന്നെ വെറുതെ വരത്തില്ല. ദൈവത്തിൻ്റെ നിശ്ചയവും ദൈവത്തിൻ്റെ നിർണയവും ഉണ്ടെങ്കിൽ മാത്രമേ മഹാപുരോഹിതൻ ആവുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ളവർ. ഒരു മഹാപുരോഹിതൻ, ദൈവം ഏറ്റവും അടുത്ത് നിൽക്കുന്നയാൾ, ഒരു സഭയുടെ മഹാപുരോഹിതൻ, ദൈവം ഏറ്റവും ചേർന്ന് നിൽക്കുന്നയാൾ. അങ്ങനെയുള്ള ഒരു മഹാപുരോഹിതനെ കുറിച്ച് സക്കറിയാവിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ പറയുകയാണ്. യോശുവ മഹാപുരോഹിതൻ കാപ്പ ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ബലിയർപ്പണത്തിന് കാപ്പ ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. സാത്താൻ അടുത്തു വന്നിട്ട് പറഞ്ഞു, ഇവൻ മലിന വസ്ത്രമുള്ളവനാണ്. സാത്താൻ അവിടെ ക്ലെയിം ചെയ്തു ദൈവത്തോട്. യോഗ്യതയില്ലാത്തവൻ, ഒക്സിയോസ് എന്ന് നമ്മൾ ചൊല്ലുമ്പോൾ സാത്താൻ പറയുന്നു, ഇല്ല, ചൊല്ലാൻ പാടില്ല, യോഗ്യതയില്ലാത്തവൻ, യോഗ്യതയില്ലാത്തവൻ. എന്താണ് സാത്താൻ്റെ പ്രത്യേകത? വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ രാപകൽ ദൈവമക്കളെ, നമ്മുടെ സഹോദരന്മാരെ ദൈവസന്നിധിയിൽ കുറ്റം പറയുന്ന ആളാണ് സാത്താൻ. എൻ്റെ നിങ്ങളുടെയും ഓരോ ചേതനകളും സൂക്ഷ്മതയോടുകൂടി നോക്കുന്നയാളാണ് സാത്താൻ. രാപകൽ ദൈവസന്നിധി കുറ്റം പറയുന്നു. ആ സാത്താൻ യോശുവയെ കുറിച്ച് കുറ്റം പറഞ്ഞു, മലിന വസ്ത്രമുള്ളവനാണ്. ഞാനിത് പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? ഇത്രയും വിശുദ്ധിയോടുകൂടി ജീവിച്ചവരെ സാത്താൻ വിട്ടില്ലെങ്കിൽ പിന്നെ നമ്മുടെ കാര്യം പറയാനുണ്ടോ? ശ്രദ്ധിക്കണം. ദൈവം അപ്പോൾ പറഞ്ഞു, അവൻ്റെ മലിന വസ്ത്രങ്ങൾ ഞാൻ മാറ്റിത്തരും. എങ്ങനെയാണ്? ഇവിടെ ഒരു പാട്ട് നല്ല പാടി, കുഞ്ഞാട്ടിൻ തിരുരക്തത്താൽ, യേശുവിൻ്റെ രക്തത്താൽ ഒരു വസ്ത്രം അലക്കി നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. യോശുവ മഹാപുരോഹിതനെ കുറിച്ച് ദൈവം പറഞ്ഞു, ഞാൻ ആ മഹത്വ വസ്ത്രം ഇവനിട്ട് കൊടുക്കും. ആകെ പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധ നോമ്പ് എന്തിനാണ്? എൻ്റെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഈ പാപത്തിൻ്റെ ബന്ധനം അഴിയണം. ഇതഴിഞ്ഞില്ലെങ്കിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുവെമ്പുരാൻ നമ്മളോട് പറയുന്നു, 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, സാത്താൻ വരുന്നത് 3 കാര്യങ്ങൾ ചെയ്യാൻ. എന്തൊക്കെയാണെന്നറിയാമോ? മോഷ്ടിക്കാനും അറക്കുവാനും മുടിക്കുവാനും. സാത്താൻ ഒരു വീട്ടിൽ വരുന്നത് മോഷ്ടിക്കാൻ. എന്താണ് ഈ മോഷ്ടിക്കുന്നത്? ദൈവമക്കൾക്കൊരു പ്രത്യേകതയുണ്ട്. എന്നാണെന്നറിയാമോ? സ്നേഹം, സന്തോഷം, സമാധാനം, നന്മ, വിശുദ്ധി, പ്രകാശം, ഇത്രയും ഉണ്ടാകും. ഇത് പിതാക്കന്മാർ പറയുന്ന കാര്യമാണ്. 6 കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം. സ്നേഹം, സന്തോഷം, സമാധാനം, നന്മ, വിശുദ്ധി, പ്രകാശം. ഇതാര് മോഷ്ടിക്കും? സാത്താൻ. വീട്ടിൽ സാത്താൻ ഇത് മോഷ്ടിച്ചാൽ, സ്നേഹം മോഷ്ടിച്ചാൽ വെറുപ്പ് തുടങ്ങും. ജീവിത പങ്കാളിയോട് വെറുപ്പ്,
മാതാപിതാക്കളോട് വെറുപ്പ്, മക്കളോട് വെറുപ്പ്, സഹോദരന്മാരോട് വെറുപ്പ്. സന്തോഷം മോഷ്ടിച്ചാൽ എപ്പോഴും സങ്കടം, സമാധാനം മോഷ്ടിച്ചാൽ എപ്പോഴും ആകുലത, വിശുദ്ധി മോഷ്ടിച്ചാൽ പ്രിയം. എന്തുകൊണ്ടാണ് ഈ സാത്താൻ ഇത് മോഷ്ടിക്കുന്നത്? സാത്താൻ ആരാണ്? മാലാഖ. ഒരു കാലത്ത് ഇതെല്ലാം അനുഭവിച്ചവൻ. മാലാഖ വൃന്ദം വീണുപോയി. അവനിനി ഇത് കിട്ടാൻ ഒരിടവുമില്ല. അവൻ ദാഹിച്ച് നടക്കുകയാണ്. ദൈവ മക്കളുടെ അടുക്കൽ നിന്ന് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് യേശുവമ്പുരാൻ പറഞ്ഞു, സാത്താൻ നിന്റെ അടുക്കൽ വരൂ, അവൻ മോഷ്ടിക്കും, ഇതെല്ലാം മോഷ്ടിക്കും, ഒരു കുടുംബത്തിൽ നിന്ന് മോഷ്ടിക്കും. അത് കഴിയുമ്പോൾ എന്താ ചെയ്യുന്നത്? അത് കഴിയുമ്പോൾ കൊല്ലുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരും. പ്രിയമുള്ളവർ, ഇതെല്ലാം നഷ്ടമാകുമ്പോഴാണ് ജീവിക്കണ്ടെന്ന് പറയുന്നത്. ജീവിതത്തോട് താല്പര്യമില്ല, ആ കുടുംബം നശിപ്പിക്കും, ഇല്ലാതാക്കി കളയും. ആകയാൽ പാപം നമ്മൾ വെച്ച് പൊറുപ്പിക്കില്ല. ഇത് നമ്മൾ ഏറ്റുപറയണം. പാപം കിടക്കുവാൻ സമ്മതിക്കരുത്. ദൈവം കായേനോടൊരു കാര്യം പറഞ്ഞു, കായേനെ, പാപം നിന്റെ വാതിക്കൽ കിടക്കുകയാണ്, പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു, നീ അതിനെ കീഴടക്കണം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യം. നീ അതിനെ കീഴടക്കണം. കർത്താവിൽ പ്രിയമുള്ളവരെ, പാപം നമ്മൾ കീഴടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിനെന്താ ചെയ്യേണ്ടത്? അതാണ് നോമ്പ്. നോമ്പ് എന്താണെന്ന് നമുക്കറിയാം. ശരീരം ചോദിക്കുന്നത് കൊടുക്കാത്തതിൻ്റെ പേരാണ് നോമ്പ്. ശരീരം ചോദിക്കുന്നത് കൊടുക്കാത്തതിൻ്റെ പേരാണ് നോമ്പ്. ശരീരം ചോദിച്ചത് കൊടുത്തതാണ് ആദ്യ കൽപ്പന ലംഘനം. കഴിക്കരുതെന്ന് ദൈവം പറഞ്ഞത് ശരീരം ചോദിച്ചപ്പോൾ കൊടുത്തു. ശരീരം ചോദിക്കുന്നത് കൊടുക്കാതിരിക്കുന്നതാണ് നോമ്പ്. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ പല പ്രലോഭനങ്ങളുണ്ട്. ശരീരം ഓരോന്നും ചോദിക്കും, ഇത് കൊടുക്കാതിരിക്കുന്നതാണ് നോമ്പ്. അതിനെന്താ വേണ്ടിയത്? അതിനൊരു ദൈവ സഹായം ആവശ്യമാണ്. ദൈവത്തിൻ്റെ സഹായം കൂടാതെ നോമ്പെടുക്കാൻ പറ്റില്ല. ഇന്ന് പലർക്കും ഉപവസിക്കാൻ പറ്റുന്നില്ല. കാരണം വെള്ളം കുടിക്കണം, ദാഹം വരുന്നു, ശരീരം ഓരോന്ന് ചോദിച്ചുകൊണ്ട് നോമ്പെടുക്കാൻ പറ്റുന്നില്ല. ഇച്ചിരി മീൻചാറ് കൂട്ടാൻ കുഴപ്പമില്ല. എന്തെങ്ങനെ വരുന്നത്? ഇതിനൊരു അഭിഷേകം ആവശ്യമാണ്. ഏശയ്യാവിൻ്റെ പുസ്തകം 49-ാം അധ്യായത്തിൽ ഒരു വചനമുണ്ട്, അവർക്ക് വിശക്കില്ല, ദാഹിക്കില്ല. ഇതൊരു അഭിഷേകമാണ്, ദൈവമാണ് അരുളി ചെയ്തത്. ആ ജനത്തിന് വിശപ്പില്ല, ദാഹമില്ല. ഈ വചനത്തിൻ്റെ ഒരു അഭിഷേകം കിട്ടിയാൽ ഉപവസിക്കാൻ പറ്റും, ഇല്ലെങ്കിൽ പറ്റത്തില്ല. കായേൻ പാപം മുമ്പിൽ വന്ന് കിടക്കുകയാണ്. എന്താ പറ്റിയത്? സ്വന്തം സഹോദരനെ കൊന്നുകളഞ്ഞു. ഇത് കഴിയുമ്പോൾ എന്താ പറയുന്നത്? വേണ്ടായിരുന്നു. ഏത് പാപവും കഴിയുമ്പോൾ നമ്മൾ പറയും വേണ്ടായിരുന്നു. ആകയാൽ പ്രിയമുള്ളവരെ, ഈ പാപം നമ്മുടെ അസ്ഥികളെ ക്ഷയിപ്പിക്കും. ഈ നോമ്പിൽ വായിക്കാനുള്ള സങ്കീർത്തനങ്ങളാണ് 32-ഉം 38-ഉം ഒക്കെ. അസ്ഥികളെ ക്ഷയിപ്പിക്കുന്നു, നമുക്ക് പ്രത്യാശ പോകുന്നു, എല്ലാം ഭാരമായി തീരുന്നു, എവിടെ ചെന്നാലും വാതിലടയുന്നു. ഇങ്ങനെയുള്ള അവസ്ഥ നമ്മിൽ നിന്ന് മാറണം. അതിനെന്താണ് ചെയ്യേണ്ടത്? അതിന് ചെയ്യേണ്ടതാണ് പാപം ഏറ്റുപറയുക എന്നുള്ളത്. പാപം ഏറ്റുപറയണം. ഇതിന് വലിയ അർത്ഥമുണ്ട്. ഇത് ഈ അടുത്ത കാലത്തിൽ ഞാൻ ഒത്തിരി അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വളരെ ധൈര്യത്തോടു കൂടി നിൽക്കുന്നത്. ഞാൻ ആദ്യം തുടങ്ങിയത്, ഒരു യുവാവ് എന്നോട് പറഞ്ഞു, അച്ഛാ, പാപമോചനമൊന്നുമില്ല, അത് നേരിട്ടൊക്കെ ദൈവത്തിൽ നിന്ന് പ്രീതിയോടുകൂടി നിന്നാൽ കിട്ടുന്നതേ ഉള്ളൂ, അല്ല അച്ഛന്മാരിങ്ങനെ പ്രാർത്ഥിച്ചാലൊന്നും കിട്ടത്തില്ല. എനിക്കത് വലിയ ഒരു ചിന്താഭാരമായി. ദൈവമേ, ഇങ്ങനെയൊന്നുണ്ടോ? ഇതെനിക്കും ചിന്തയായി. കർത്താവിൽ പ്രിയമുള്ളവരെ, ഞാൻ വേദപുസ്തകം തുറന്ന് വായിച്ചത് തന്നെ എനിക്കൊരു അടയാളമായിട്ട് ദൈവം തന്ന 2 കാര്യങ്ങൾ തന്നു. അതിലൊന്ന് ഇതാണ്. വേദപുസ്തകം തുറന്ന് വായിച്ചത് അപ്പോസ്തല പ്രവൃത്തികൾ 26-ാം അധ്യായം 18-ാമത്തെ വാക്യം. ദൈവം ശൗൽ എന്ന് പറയുന്ന സഭയെ മുടിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു തീവ്രവാദിയായിരിക്കുന്ന ബെന്യാമീൻ ഗോത്രത്തിൽപ്പെട്ട ഒരു യഹൂദ മത തീവ്ര മനുഷ്യനെ യേശുവമ്പുരാൻ പിടിച്ചു. ഒരു വലിയ മിന്നൽ വന്നു. അവനോട് പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന കർത്താവാണ് ഞാൻ. അപ്പോസ്തല പ്രവൃത്തികളിൽ 26-ാം അധ്യായത്തിൽ
അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങളിലുണ്ട്. ശൗലപ്പോൾ പറഞ്ഞു, ഞാൻ കർത്താവിനെ ഒന്നും ഉപദ്രവിച്ചിട്ടില്ല, ചില മനുഷ്യരെയൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം ഈ മനുഷ്യരെല്ലാം സഭയാകുന്ന ശരീരമാണ്. ഇതിലൊരാളെ ഉപദ്രവിച്ചാൽ സഭയ്ക്കാണ് കേട്. ഇതിലൊരാളുടെ കുടുംബത്തിൽ സാത്താൻ അധികാരമെടുത്ത സഭയ്ക്ക് പ്രശ്നമുണ്ട്. എൻ്റെ നിങ്ങളുടെ വീട്ടിൽ സാത്താൻ അധികാരമെടുത്ത സഭാ ശരീരത്തിന് പ്രശ്നമുണ്ടെന്ന് കർത്താവ് പറഞ്ഞു. ശൗലേ, നീ എന്നെയാണ് ഉപദ്രവിച്ചത്. ഈ ശരീരം, ക്രിസ്തുവിൻ്റെ ശരീരം, സഭയാകുന്ന ശരീരം, അതിലുള്ള ജനത്തെ നീ ഉപദ്രവിച്ചപ്പോൾ എന്നെയാണ് ഉപദ്രവിച്ചത്. കർത്താവ് എന്നിട്ട് അവനൊരു വാഗ്ദാനം ചെയ്തു. എന്താ വാഗ്ദാനം എന്നറിയാമോ? 18-ാമത്തെ വാക്യത്തിൽ പൗലോസായി മാറിയ ശൗല് പറയുന്നു, ഒന്നാമത്തെ വാഗ്ദാനം അവർക്ക് പാപമോചനം കൊടുക്കാൻ. എന്താ ഒന്ന് പറഞ്ഞേ, എല്ലാവരും ഒന്ന് പറഞ്ഞേ, എന്നാ കൊടുക്കാൻ? പാപമോചനം കൊടുക്കാൻ. ഒന്നാമത്തേത്, സഭയെ മുടിപ്പിച്ചുകൊണ്ടിരുന്ന ശൗലിനെ ദൈവം വേർതിരിച്ചത് ജനത്തിന് പാപമോചനം കൊടുക്കാൻ. ഇതൊരു കൂദാശയാണ്. ജനത്തിന് പാപമോചനം കൊടുക്കാൻ, എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നവരെ എൻ്റെ അവകാശമാക്കാൻ. മൂന്നാമതൊരു കാര്യം പറഞ്ഞു, സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് ജനത്തെ വിടുവിക്കുവാൻ. ഇത് പൗരോഹിത്യത്തിലുള്ള ഒരു അധികാരമാണ്. ദൈവം പൗലോസ്ലീഹായ്ക്ക് കൊടുത്തു. പാപങ്ങൾ മോചിക്കാൻ ഒരധികാരം, ജനത്തെ വിശ്വാസത്തിൽ നിലനിർത്താനുള്ള അധികാരം, സാത്താൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ചെടുക്കാനുള്ള അധികാരം. ഇതാണ് എനിക്ക് ഒന്നാമത് കിട്ടിയ ഏറ്റവും വലിയൊരു ധൈര്യം. രണ്ടാമത് കിട്ടിയത്, എന്നോട് പറഞ്ഞ യുവാവ്, ആ വീട്ടിൽ തന്നെ നടന്ന ഒരു കാര്യം, എന്നോട് പറഞ്ഞ യുവാവിൻ്റെ വല്യപ്പൻ, അപ്പൻ്റെ അപ്പൻ വർഷങ്ങളായിട്ട് പള്ളി പോയിട്ടില്ല, കുമ്പസാരിച്ചിട്ടില്ല, കുർബാന അനുഭവിച്ചിട്ടില്ല, ഈ കാര്യത്തിൽ വിശ്വാസമില്ല, പ്രാർത്ഥിക്കാറില്ല, ഒന്നുമില്ല. കർത്താവേ, പ്രിയമുള്ളവരെ, ഈ അപ്പച്ചൻ നാളുകളായിട്ട് കട്ടിലിൽ കിടക്കുന്നു. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. നാളുകളായിട്ട് കട്ടിലിൽ കിടക്കുന്നു. അന്ത്യശ്വാസം വലിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഞാൻ ആ പള്ളിയിൽ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ വികാരി അച്ഛൻ പറഞ്ഞ, അച്ഛാ, അച്ഛനോട് ഒന്ന് വരാമോ? ഞാൻ ചോദിച്ചു, എന്നാ? ഒരു വീട്ടിലെ അപ്പച്ചൻ മരിക്കാറായിട്ടുണ്ട്, തൈലാഭിഷേകം ചെയ്യണം, ഒന്ന് കൂടെ വരാമോ? ഞാൻ പറഞ്ഞു, ആയിക്കോട്ട്, വരാം. കർത്താവിൽ സ്നേഹമുള്ളവരെ, ഞാൻ അതിനു മുന്നേ ഒരു വേദഭാഗം തപ്പിയെടുത്ത് വായിച്ചു. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങളിൽ കഷ്ടമനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖമനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ, നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ എന്നാ പിന്നെ അവിടെ എഴുതിയിരിക്കുന്നത് മൂപ്പന്മാരെ. എന്താ ഈ മൂപ്പന്മാർ? മലയാളത്തിൽ മൂപ്പന്മാർ എന്ന് എഴുതി, ഇങ്ങനെ മൂത്ത് നിൽക്കാന്ന് പറയില്ലേ, അങ്ങനെ അതാണോ അത്? ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എന്താ ഈ മൂപ്പന്മാർ? കർത്താവിൽ പ്രിയമുള്ളവരെ, ഇത് എഴുതിയത് ഗ്രീക്ക് ഭാഷയിലാണ്. പ്രസ്ബിറ്ററോസ് ഒരു വാക്കാണ്. പ്രീസ്റ്റ് എന്ന വാക്ക് തന്നെ അതിൽ നിന്നുണ്ടായി. എന്താ ഈ പ്രസ്ബിറ്റർ എന്ന് പറഞ്ഞാൽ? പുരോഹിതൻ. നിങ്ങൾ ദീനമുള്ളവൻ പുരോഹിതനെ വിളിക്കട്ടെ, അവൻ എന്ത് ചെയ്യട്ടെ? കർത്താവിൻ്റെ നാമത്തിൽ എണ്ണ പൂശി പ്രാർത്ഥിക്കട്ടെ. ഇനിയുള്ള വാക്കുകൾ ശ്രദ്ധിക്കണം. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. അവൻ എഴുന്നേൽക്കും, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കും. ഞാൻ ഒറ്റ കാര്യമേ ആ പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ചുള്ളൂ. ദൈവമേ, പാപം ക്ഷമിക്കുമെങ്കിൽ അതിന്ന് അറിയണം. പാപം ക്ഷമിക്കുമെങ്കിൽ അറിയണം. എന്നോട് വെല്ലുവിളിച്ച ആ പയ്യൻ്റെ വീട് തന്നെയാണ് ഇത്. പിന്നെ ഞാൻ അറിയുന്ന ആ പയ്യൻ്റെ വീടാണ്. ചെന്ന് കഴിഞ്ഞപ്പോൾ അറിഞ്ഞത്. കർത്താവിൽ അനുഗ്രഹീതരെ, ആ വീട്ടിൽ ചെന്നു, ഒരപ്പച്ചൻ ഇങ്ങനെ ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുക. വിശ്വാസത്തോടുകൂടി എന്താ ഈ പ്രാർത്ഥന? പ്രാർത്ഥന കർത്താവ് ഒരു നിർവചനം പറഞ്ഞു. എന്താ ഈ പ്രാർത്ഥന എന്നുള്ളത്? പ്രാർത്ഥന ആരാധനയായി മാറുന്നത് എപ്പോഴാണെന്നറിയാമോ? യോഹന്നാന്റെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ കർത്താവ് നിർവചനം പറഞ്ഞു. ശമരിയാക്കാരി സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ കാണാത്തതിനെ ആരാധിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇവിടെ വന്ന പിതാവിനും പുത്രനും ഒന്നും കണ്ടിട്ടില്ലേ? കുറേ അച്ഛന്മാരെയും ശുശ്രൂഷക്കാരെയും പാട്ടുപാടുന്നവരെയൊക്കെ കണ്ടു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി കഴിഞ്ഞു.
യേശുവരാൻ പറഞ്ഞു, നിങ്ങൾ കാണാത്തതിനെ ആരാധിക്കുന്നു. എന്നാൽ ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ എന്ത് ചെയ്യുന്നു? കാണുന്നതിനെ ആരാധിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 22-ാം വാക്യം. അപ്പോൾ പ്രാർത്ഥന എന്താണെന്നറിയാമോ? കാണുന്നതാണ് ആരാധന. എന്താണ് പ്രാർത്ഥന? ഇവിടെ ദൈവത്തെ കണ്ടാൽ അതിൻ്റെ പേര് പ്രാർത്ഥന എന്നല്ല, അതിൻ്റെ പേര് ആരാധന. നാളുകളായി ദേവാലയത്തിൽ ചെന്നു, അനേക കുർബാനകളിൽ കൂടി, എന്നെങ്കിലും നിന്റെ ബലിപീഠത്തിൽ നിനക്ക് വേണ്ടി ശരീരം കീറി മുറിച്ച് ഉരുകുന്നവനെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് ആരാധന. അത് പ്രാർത്ഥനയല്ല. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതല്ല ആരാധന. ദൈവത്തെ കണ്ടു, കാണുന്നതാണ് ആരാധന. ആകെ പ്രിയമുള്ളവരെ, ഈ വീട്ടിലേക്ക് പോകുമ്പോൾ ഞാനൊരു കാര്യം ആഗ്രഹിച്ചു, കർത്താവേ, പാപമോചനം ഉണ്ടെങ്കിൽ മൂപ്പന്മാർക്ക്, പ്രീസ്റ്റ്, വൈദികർക്ക് പാപമോചനം ഉണ്ടെങ്കിൽ കാണണം. വേറൊന്നും വേണ്ട, കാണണം. കർത്താവേ, പ്രിയമുള്ളവരെ, പ്രാർത്ഥിച്ചു. ഞാൻ അട്ടപ്പാടിക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വീട്ടുകാരെന്നെ വിളിച്ചു. എന്നോട് പറയുകയാണ്, അച്ഛാ, അപ്പച്ചൻ കട്ടിലയിൽ എഴുന്നേറ്റിരുന്ന് ചായ കുടിക്കുക. ഇത് പ്രിയമുള്ളവരെ, ഇത് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം. നാളുകളായി തളർന്നു കിടന്ന മനുഷ്യൻ 4 പേർ ചുമന്നുകൊണ്ട് യേശുവമ്പുരാന്റെ അടുക്കൽ ചെന്നു. യേശുവമ്പുരാൻ പറഞ്ഞു, രോഗം സൗഖ്യമാകട്ടെ. അങ്ങനെയാണോ പറഞ്ഞത്? അല്ല. പിന്നെ യേശുവമ്പുരാൻ എന്താ പറഞ്ഞത്? യേശുവമ്പുരാൻ എന്തു പറഞ്ഞു? രോഗം സൗഖ്യമാകട്ടെ എന്നാണോ പറഞ്ഞത്? അല്ല. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം എടുത്താൽ കർത്താവ് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. 5-ാമത്തെ വാക്യം. പാപമോചനം കിട്ടിയപ്പോൾ അവൻ കട്ടിലയിൽ എഴുന്നേറ്റങ്ങിരുന്നു. ഒരപ്പച്ചൻ കട്ടിലയിൽ എഴുന്നേറ്റ് നാളുകൾ കിടന്ന ഒരപ്പച്ചൻ, ഒരു ബോധമില്ലാതിരുന്ന അപ്പച്ചൻ എങ്ങനെ എഴുന്നേറ്റു? പ്രിയമുള്ളവര്, ഇത് നമ്മൾ മനസ്സിലാക്കണം. എഴുന്നേറ്റതിൻ്റെ അടയാളമാണ് പാപമോചനം. എന്താ അതിൻ്റെ പേര്? പാപമോചനം. സഭയിൽ, അപ്പോസ്തലിക സഭയിൽ ദൈവം കൊടുത്തൊരു അധികാരമാണ് പാപമോചനം. ഇനിയും മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം എടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം. ഇതിനെക്കുറിച്ച് ബോധ്യമില്ലാത്തത് കൊണ്ടാണ് ഇന്ന് അനേകർ ഈ കൺഫെഷൻ, കുമ്പസാരം എന്ന് പറയുന്ന രമ്യതയുടെ ശുശ്രൂഷയ്ക്ക് വിലയില്ലാതാക്കി കാണുന്നത്. അപ്പോസ്തലൻ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾ. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ശിഷ്യന്മാർ യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് എന്നാ പറഞ്ഞു? സമാധാനം. എന്നിട്ട് എന്നാ പറഞ്ഞത്? എൻ്റെ കൈയും വിലാപ്പുറവും. എന്തിനങ്ങനെ പറഞ്ഞത്? യേശുവമ്പുരാൻ സമാധാനം എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. എന്താണ് ഈ സമാധാനം? ഈ സമാധാനം പാപങ്ങളുടെ മോചനമാണ്, കടങ്ങളുടെ പരിഹാരമാണ് ഈ സമാധാനം. അതെങ്ങനെ സാധിച്ചു? എൻ്റെ കൈയും വിലാപ്പുറവും കാണാൻ പറഞ്ഞു. ശിഷ്യന്മാർക്ക് പക്ഷേ കർത്താവിനെ കണ്ട് സന്തോഷം. അവിടെ എഴുതിയിട്ടുണ്ട്, അവർക്ക് സന്തോഷം. അവർക്കിതൊന്നും കാണാൻ നേരമില്ല. യേശുവമ്പുരാൻ പറഞ്ഞ വലിയൊരു കാര്യമാണ് ലോകത്തിന് സമാധാനം. എന്ത് സമാധാനം? ദൈവവും മനുഷ്യനും തമ്മിലുള്ള വലിയ വിടവ് മായിച്ചു കളഞ്ഞിരിക്കുന്നു. എങ്ങനെ? ഈ മുറിവുകൾ, ഈ വിലാപ്പുറം. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നു, അവനാണ് സമാധാനം. അവനാണ് സമാധാനം. പണ്ട് OVBSന്റെ ഒരു ചിന്താ വിഷയമായിരുന്നു. എഫെസ്യ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം. അവൻ നമ്മുടെ സമാധാനം. എങ്ങനെ സമാധാനം? വേർപാടിൻ്റെ നടിച്ചുവരുകളെ യേശു തൻ്റെ ശരീരമെന്ന യാഗത്താൽ ഇടിച്ചു കളഞ്ഞു. പിതാവിനെയും നമ്മളെയും ഒന്നാക്കി. സമാധാനം. അപ്പൊ ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. യേശുവമ്പുരാൻ വീണ്ടും പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇനി പറയുന്ന ശ്രദ്ധിച്ച്. യേശുവമ്പുരാൻ പറയുന്നു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. പിതാവ് എന്തിനാണ് യേശുവമ്പുരാനെ അയച്ചത്? പിതാവ് എന്തിനാണ് യേശുവമ്പുരാനെ അയച്ചത്? സർവ്വലോകത്തിൻ്റെയും പാപങ്ങൾ മോചിക്കാൻ.
യേശുമ്പുരാൻ ശിഷ്യന്മാരോട് പറഞ്ഞു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. എന്നിട്ട് എന്താ ചെയ്തത്? അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നവോ അതെന്ത് ചെയ്യും? മോചിക്കപ്പെട്ടിരിക്കും. ആരുടെ പാപങ്ങൾ നിർത്തിയിരിക്കുന്നുവോ അത് നിർത്തപ്പെടും. യേശുമ്പുരാൻ പിതാവ് എന്നെ അയച്ചത് എന്തിനാണോ അതിന് നിങ്ങളെ അയക്കുന്നു. പിതാവ് അയച്ചത് പാപമോചനത്തിന്. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളും ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ മോചിക്കപ്പെട്ടിരിക്കും. അപ്പോസ്തലിക സഭയിൽ പാപമോചനമുണ്ട്. അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? വീട്ടിലിരിക്കുന്ന ഞാനും നിങ്ങളും പ്രിയമുള്ളവരെ, സാരമില്ല എന്ന് പറഞ്ഞ പ്രശ്നം തന്നെയാണ്. സാരമില്ല എന്ന് പറഞ്ഞ് ജീവിച്ച പ്രശ്നം തന്നെയാണ്. നിന്റെ വീട്ടിൽ സാത്താൻ അധികാരം എടുക്കും, നിന്റെ തലമുറകളെ ഇല്ലാതാക്കി കളയും. അതിനെന്താണ് ചെയ്യേണ്ടത്? യോഹന്നാന്റെ ലേഖനം, യോഹന്നാന്റെ ലേഖനം 1 അധ്യായം 7 വാക്യം. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പാപമില്ല എന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ വഞ്ചിച്ചിരിക്കുന്നു. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ, എങ്ങനെയാണ് വചനം? നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ സകലതും ക്ഷമിക്കും, സകല അനീതിയും പോക്കി ശുദ്ധീകരിക്കും. കർത്താവേ, പ്രിയമുള്ളവരെ, 2 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ, കുഞ്ഞുങ്ങളെ പാപം ചെയ്യരുത്. ഇനി ആരെങ്കിലും പാപം ചെയ്താലോ, യോഹന്നാൻ ശ്ലീഹ പറയാണ്, ആരെങ്കിലും പാപം ചെയ്താലോ നിങ്ങൾ വീട്ടിലിരിക്കരുത്, ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരണം. ആരുടെ അടുക്കലേക്ക് വരണം? ദൈവത്തിൻ്റെ അടുക്കൽ. നിന്റെ പാപങ്ങൾ മോചിക്കാൻ കഴിവുള്ള ദൈവത്തിൻ്റെ അടുക്കൽ. അപ്പൊ ഇത് ആരുടെ അടുക്കലേക്കാണ് പോകേണ്ടത്? ഇത് ആരുടെ അടുക്കലേക്കാണ് പോകേണ്ടത്? ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകണമെന്നതിന് പകരം പഴയ നിയമത്തിൽ ചില സൂചനകൾ നമുക്ക് കാണാൻ പറ്റും. ആവർത്തന പുസ്തകത്തിൽ ഒരു വാക്യം നമുക്കെടുക്കാം. ആവർത്തന പുസ്തകം 26 അധ്യായത്തിൽ 3 വാക്യം. ദൈവം കനാൻ കൊടുത്തപ്പോൾ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ഏറ്റു പറയണം. എന്താണെന്നറിയാമോ? ദൈവമേ, നീ തരാമെന്ന് പറയുന്ന ദേശത്ത് ഞങ്ങൾ വന്നിട്ടുണ്ട്. ദൈവത്തോട് എന്നാ പറയണം? നീ തരാമെന്ന് പറയുന്ന ദേശത്ത് ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് ഏറ്റു പറയണം. അതിന് ദൈവം എന്താ വഴി പറഞ്ഞു കൊടുത്തത്? ദൈവത്തോട് ഏറ്റു പറയാൻ വേണ്ടി ദൈവം പറഞ്ഞു, നീ പുരോഹിതൻ്റെ അടുക്കൽ ചെല്ലണം. എവിടെ ചെല്ലണം? പുരോഹിതൻ്റെ അടുക്കൽ. ആവർത്തന പുസ്തകം 26 അധ്യായം 3 വാക്യം. അന്നുള്ള പുരോഹിതൻ്റെ അടുക്കൽ നീ ചെല്ലണം. അന്നുള്ള പുരോഹിതൻ്റെ അടുക്കൽ നീ ചെല്ലണം. നീ ഏറ്റു പറയണം. അതാരോടാണ്? ആ പുരോഹിതനോട് പറയുന്നതെല്ലാം ദൈവത്തോടാണ്. കർത്താവിൽ സ്നേഹമുള്ളവരെ, പാപങ്ങൾ ഏറ്റുപറയുക. ഈ പരിശുദ്ധമായ നോമ്പിൽ പാപങ്ങൾ സമ്മതിക്കണം, ദൈവത്തോട് ഏറ്റുപറയണം. ചിലർക്ക് തോന്നും പ്രത്യേകിച്ച് പാപമൊന്നുമില്ലെന്ന്. ചിലപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചിന്തയുണ്ട്. പ്രത്യേകിച്ച് പാപമൊന്നുമില്ല. 1 കൊരിന്ത്യർ 4 അധ്യായത്തിൻ്റെ 6 വാക്യത്തിൽ അത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ചിലരുടെ കുമ്പസാരം എങ്ങനെയാണ്? പ്രത്യേകിച്ച് പാപമൊന്നുമില്ല. 4 അധ്യായം 1 കൊരിന്ത്യർ 4 അധ്യായത്തിൻ്റെ 6 വാക്യത്തിൽ പറയുകയാണ്, പ്രത്യേകിച്ച് പാപമൊന്നുമില്ലെന്ന് പറഞ്ഞാലും അന്ന് നിന്റെ ചിന്തകൾ ഒരു സ്ക്രീനിൽ കാണിക്കും. നീ പാപം ചെയ്തിട്ടില്ലെന്നുള്ള സത്യമാണ്. നിന്റെ ചിന്തകൾ ഒരു സ്ക്രീനിൽ കാണിക്കും. അപ്പോൾ എന്താ പറ്റിയെന്നറിയാമോ? ചിലരെ കണ്ടപ്പോൾ നല്ല ദുർമോഹം, ദുഷ്ചിന്ത, പാപമൊന്നും ചെയ്തില്ല, പക്ഷേ സ്ക്രീനെ വരിക നല്ല ദുഷ്ചിന്തയാണ്, ദുർമോഹമാണ്. ചിലരെ കണ്ടപ്പോൾ വെറുപ്പ്, വിരോധം, നിന്റെ ഉള്ളിലുള്ള സകല ആലോചനകളും വെളിപ്പെടുമ്പോൾ നീ പാപിയാണ്. അതുകൊണ്ട് പാപമില്ല എന്ന് പറയുന്നത് വഞ്ചനയാണ്. നല്ലവൻ ഒരാളേ ഉള്ളൂ, ദൈവം മാത്രം. നല്ലവൻ ഒരാളേ ഉള്ളൂ, ദൈവം മാത്രം. പ്രിയമുള്ളവരെ, കൂടുതൽ ശിക്ഷാവിധി പ്രസംഗിക്കുന്നവർക്കാണ്. യാക്കോബിന്റെ ലേഖനം 3 അധ്യായം 1 വാക്യമാണ്. പ്രസംഗിക്കുന്നവർക്ക് കൂടുതൽ ശിക്ഷ. പ്രസംഗിച്ചേച്ചു പോയി ഇതേ പാപത്തിൽ വീണ് കഴിയുമ്പോൾ പറഞ്ഞതും ഇതും തമ്മിൽ ബന്ധമില്ലെന്ന്, ശിക്ഷാവിധി കൂടുതൽ. അതുകൊണ്ട് സൂക്ഷിച്ചോളാൻ പറഞ്ഞിരിക്കുക. റോമാലേഖനത്തിൽ
2-ാം അധ്യായത്തിൽ ഇത് തന്നെയുണ്ട്. പ്രസംഗിക്കുന്നവനെ നീ ഞെളിഞ്ഞു നിൽക്കണ്ട, നീയാണ് ഏറ്റവും വലിയ ശിക്ഷാവിധിയിൽ പോകാൻ പോകുന്നത്. അതുകൊണ്ട് നീ ദൈവത്തോട് കരുണയ്ക്കായി യാചിക്കണം. ആകയാ പ്രിയമുള്ളവരെ, പാപങ്ങൾ ദൈവം മുമ്പാകെ ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ പുരോഹിതൻ്റെ അടുക്കൽ ചെല്ലണം. ലേവ്യ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ ദൈവം പറഞ്ഞു, ഈ വിധ തെറ്റുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ പുരോഹിതൻ്റെ അടുക്കൽ ചെല്ലണം, ഏറ്റുപറയണം. കർത്താവ് സ്നേഹമുള്ളവരെ, ഈ സഭയിൽ കൂദാശ, വിശുദ്ധ കുമ്പസാരം എന്ന് പറയുന്ന ഒരു അഴിക്കപ്പെടുന്ന കൂദാശയാണ്. നിന്റെ വീടിൻ്റെ കെട്ടുകൾ അഴിയുന്ന കൂദാശയാണ്. ഇത് തിരികെ വരണം ശക്തമായിട്ട്. ഈ സഭയിൽ ഈ കൂദാശയുടെ ചൈതന്യം തിരികെ വരണം. ചിലർക്ക് പേടിയാണ്, അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിഞ്ഞും വേറെ വല്ലവരോടും ഒക്കെ പറഞ്ഞാൽ കുഴപ്പമാകുമോ? പ്രിയമുള്ളവരെ, ഒരു കാര്യം ഓർക്കണം, ഒരു പുരോഹിതൻ ഒരു കുമ്പസാര സത്യം അത് പറഞ്ഞുകൊണ്ട് നടന്നാൽ നിത്യശിക്ഷയ്ക്ക് വിധേയനാകും. അങ്ങനെയാണ് അതിൻ്റെ, നിത്യശിക്ഷയ്ക്ക് വിധേയനാകും. ആകയാ പ്രിയമുള്ളവരെ, ഇതൊരു രഹസ്യമാണ്, ഇതൊരു മിസ്റ്ററിയാണ്. ദൈവസന്നിധിയിൽ നീ മുട്ടുകുത്തുമ്പോൾ നിന്റെ ദൈവം അവിടെ വന്ന് നിൽപ്പുണ്ട്. നിനക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നീ രുചിച്ചറിയണം, നിന്റെ വീട്ടിൽ വലിയൊരു വിടുതൽ വരും. നിന്റെ ദൈവം നിന്റെ വീട്ടിൽ ഇറങ്ങി വരും. എല്ലാ പാപങ്ങൾക്കും അതിൻ്റെ പരിണിത ഫലമുണ്ട്. ഈ അടുത്ത കാലത്ത് ഞങ്ങൾ സെമിനാരിയിൽ, എൻ്റെ ഇടവകയിൽ നിന്ന് ഞങ്ങൾ സന്ദർശിച്ചു സെമിനാരി. ഉച്ചഭക്ഷണം അവിടെയായിരുന്നു. സെമിനാരിയിലെ മെസ്ഹാളിൽ എല്ലാം ദാഹിച്ച് പരവേശപ്പെട്ട വന്നത്. സെമിനാരിയിലെ മെസ്ഹാളിൽ എല്ലാ മേശയിലും കുപ്പി വെച്ചിട്ടുണ്ട്. പക്ഷെ അതെന്നാ കുപ്പിയായിരുന്നു? ഉപ്പിൻ്റെ കുപ്പിയായിരുന്നു. ഈ ഞാൻ വരുന്നതിന് മുന്നേ ഇടവക്കാരെല്ലാം കൂടെ പരിചയപ്പെട്ടിട്ട് ഈ ഉപ്പും കുപ്പി എടുത്ത് കൂടി, ഒറ്റ കൂടി ഒന്നും നോക്കിയില്ല, എടുത്ത് കുടിച്ചു. ഞാൻ നോക്കുമ്പോൾ കുറേ പേര് ഓടി വരുന്നു, തുപ്പുന്നു, എന്തൊക്കെ ഭയങ്കര വെപ്രാളങ്ങൾ. ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് എന്നായിരുന്നു, എല്ലാവരും എന്നാ കുടിച്ചിട്ട് നിൽക്കുക? ഉപ്പ് കുടിച്ചിട്ട് നിൽക്കുക ഇല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം സെമിനാരി ശിക്ഷിച്ചെന്നാണോ? ഇതിൻ്റെ അർത്ഥം സെമിനാരി ശിക്ഷിച്ചെന്നാണോ? അറിഞ്ഞോ അറിയാതെ പാപം ചെയ്താൽ ചിലർ പറയും ദൈവം ശിക്ഷിക്കത്തില്ല കേട്ടോ. അത് മനസ്സിലാക്കണമെങ്കിൽ യെരമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം വായിച്ചാൽ മതി. ദൈവം പറയുന്നു, ഞാനല്ല ശിക്ഷ തരുന്നത്, പാപം തന്നെ അതിൻ്റെ പരിണിത ഫലം നിനക്ക് തരും. ഉപ്പ് കുടിച്ചാൽ നിനക്ക് വായിൽ പ്രശ്നമുണ്ടാകും, ദാഹമുണ്ടാകും, നീ തുപ്പും. അതിൻ്റെ തന്നെ സ്വഭാവമല്ല. ഞാൻ ചെയ്തതല്ലെന്ന് എല്ലാവരും പറയും ദൈവം ചെയ്തു. ഇല്ല, സെമിനാരി ശിക്ഷിച്ചിട്ടില്ല. ഇത് നമ്മുടെ പ്രശ്നമാണ്. കർത്താവ് പ്രിയമുള്ളവര്, പാപത്തിന് പരിണിത ഫലമുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയണം, ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ പരിണിത ഫലം നമ്മുടെ വീട്ടിൽ ഇറങ്ങും. അതിന് മുന്നേ എന്ത് ചെയ്യണം? കുമ്പസാരിക്കണം, നന്നായി കുമ്പസാരിക്കണം. എനിക്ക് അല്പസമയം കൂടിയുണ്ട്. പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലൂടെ ഞാൻ പറയാം. 1, സാത്താൻ പുരോഹിതനായാലും അൽമായനായാലും ആരായാലും ആദ്യം വരുന്നത് എങ്ങനെയാണെന്നറിയാമോ? ആദ്യം വരുന്നത് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറയുന്നത് ഇങ്ങനെയാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. ആദ്യം വരുന്നത് കയ്പുള്ള വേരായിട്ടാണ്. മനസ്സിലാക്കണേ, എങ്ങനെയാ വരുന്നത്? കയ്പുള്ള വേര്. എന്താ ഈ കയ്പുള്ള വേരെന്ന് പറഞ്ഞാൽ? വിദ്വേഷത്തിൻ്റെ വേരെന്നാണ് മറ്റൊരു ട്രാൻസ്ലേഷൻ. വെറുപ്പിൻ്റെ വേര്. എന്തുകൊണ്ട് ഇതിന് വേരെന്ന് പേര് കൊടുത്തു? ഒരു വൃക്ഷത്തിൻ്റെ വേര് കണ്ടവർ കൈപൊക്കിക്ക്. കണ്ടിട്ടുണ്ട്. ഞാൻ ഉറങ്ങിയൊരു കൈപൊക്കിക്ക്. എല്ലാത്തിനും കൈപൊക്കുന്നു. ഒത്തിരി പേരുണ്ട് അങ്ങനെയുണ്ട്. എല്ലാത്തിനും കൈപൊക്കോ കേട്ടോ. നമുക്കൊരു മരത്തിൻ്റെ, ഇവിടെ നിൽക്കുന്ന ഒരു വൃക്ഷത്തിൻ്റെ വേര് കാണാൻ പറ്റില്ല. അതെവിടെയാണ്? മണ്ണിൻ്റെ അടിയിൽ. വിദ്വേഷം വേരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വീട്ടിൽ സാത്താൻ വരുന്നത് ആരും കാണാത്ത രീതിയിൽ. ആദ്യം വരുന്നതിൻ്റെ പേരാണ് വെറുപ്പ്. ആദ്യം വരുന്നതിൻ്റെ പേരെന്താണ്? എന്താണ് വെറുപ്പ്? ജീവിത പങ്കാളിയുടെ ഒരു വെറുപ്പ്. കണ്ടുപിടിക്കാൻ പറ്റില്ല കേട്ടോ, കണ്ടുപിടിക്കാൻ പറ്റില്ല. മാതാപിതാക്കളോട് വെറുപ്പ്,
അച്ഛന്മാർക്ക് ഇടവകയിൽ ഒരാളോട് വെറുപ്പ്, തിരുമേനിമാർക്ക് അച്ഛന്മാരോട് വെറുപ്പ്. കണ്ടോ? ഇങ്ങനെ വരും. ഇതാദ്യം വരുന്ന സാത്താൻ. ഇതെന്തിനായി വരുന്നത്? ഈ സാത്താൻ്റെ പേര് ചെയിൻ പിശാചെന്നാണ്. ഇത് ഒറ്റയ്ക്ക് വരത്തില്ലെന്ന്. ഇത് ഒറ്റയ്ക്ക് വരത്തില്ല. 2 കൊരിന്ത്യർ 12:20 പറയുന്നു, ആദ്യം വെറുപ്പ്, ഇച്ചിരിയുടെ കഴിയുമ്പോൾ അടുത്ത സാത്താൻ വന്നു. ഇത്രയും നാളും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. വെറുപ്പായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പുറമേ നമ്മൾ സംസാരിച്ച് പറയും, അച്ഛൻ സൂപ്പറാണ്, അടിപൊളിയാണ്, കൊള്ളാവേ, ഇല്ലേ, ഇതെല്ലാം പറയും. ഇച്ചിരിയുടെ കഴിയുമ്പോൾ എന്നാ പറ്റുമെന്നറിയാമോ? മുഖത്തോട്ട് നോക്കുമ്പോൾ അറിയാം ശരിയല്ലെന്ന്. ആ പിശാചിൻ്റെ പേരെന്നാണ്? ഈർഷ്യ. മുഖത്ത് നോക്കിയാൽ അറിയാം ശരിയല്ലെന്ന്. പ്രിയമുള്ളവരെ, നമുക്ക് വീട്ടിലിരിക്കുമ്പോൾ ജീവിത പങ്കാളിയുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ അറിയാം പ്രശ്നമാണ്. ഈ സമയത്ത് എന്താ കൂടും? ഈ സമയത്ത് ശബ്ദം കൂടും കേട്ടോ. ഇത്രയും നാളും പാത്രത്തിനും ഗ്ലാസ്സിനും ഒന്നും ശബ്ദമില്ലെങ്കിൽ ഇപ്പം എങ്ങനെയായിരിക്കും ശബ്ദം? ചായ വെക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കുമ്പോഴേ പിടി കിട്ടും, ഇത് ശരിയല്ല. ഇതാണ് രണ്ടാമത്തെ സാത്താൻ. ഇത് വരും, ശബ്ദം കൂടും. മൂന്നാമത്തെ സാത്താൻ എന്താണ്? കോപം, ദേഷ്യം. ഇന്ന് ദേഷ്യമില്ലാത്ത ആരുമില്ല. ദേഷ്യം, എന്തൊക്കെയോ വെറുത്തിരിക്കുകയാണ്. വെറുപ്പ്, ഇതാണ് ആദ്യം വരുന്നത്. കാണാൻ പറ്റാതെ വരും, വേറായിട്ടാണ് വരുന്നത്. കണ്ടോ? കോപം വന്നു. ഇനി അടുത്തത് എന്താണെന്നറിയാമോ? ശാഠ്യം, വാശി പിടിക്കും, വിട്ടുകൊടുക്കത്തില്ല. പല സ്ഥാപനങ്ങളും പല ഇടവകകളും തകർന്നു പോയത് ഈ സാത്താൻ വന്നിട്ടാണ്. വാശി, ഒന്നും വിട്ടുകൊടുക്കത്തില്ല. ഈ നോമ്പിൽ ഇതെല്ലാം അഴിഞ്ഞു പോകണം. ഈ സാത്താൻ ഇറങ്ങിപ്പോണം. അടുത്തത് എന്താണെന്നറിയാമോ? നാവ് ഏറ്റവും മോശമാണ്. നമ്മുടെ നാവ് ഏറ്റവും മലിനമാകും. വിലകെട്ട കാര്യങ്ങൾ ഒരു ലൈസൻസും ഇല്ലാതെ പറയും. അപ്പനെന്നോ അമ്മയൊന്നോ ആരും നോക്കത്തില്ല. ആ വാക്കുകൾ ഏറ്റവും മുറിപ്പെടുത്തുന്നതായിരിക്കും. ഇത്രയും കഴിയുമ്പോൾ ഒരു സാത്താൻ്റെ പേരുണ്ട്, എനിക്ക് നല്ല ഇഷ്ടമാണ് സാത്താൻ്റെ പേര്. എന്നാന്നറിയാമോ? കുശുകുശിപ്പ്. എന്താ പേര്? അതെന്താ ഈ സംഭവം? നമ്മൾ വെറുപ്പ് കാണിച്ചു, ദേഷ്യപ്പെട്ടു, ഒച്ച വെച്ചു, വാശി പിടിച്ചു, എല്ലാം കഴിഞ്ഞിട്ട് അപ്പുറത്ത് പോയി റൂമിലിരിക്കും. എന്നിട്ട് നമ്മൾ തന്നെ കുശുകുശിക്കും. വേണ്ടായിരുന്നു അല്ലേ, ഇത്രയും ചെയ്യണ്ടായിരുന്നു, ഇങ്ങനെ കാണിക്കണ്ടായിരുന്നു, ഫോണൊക്കെ 5-6 പീസായിട്ട് കിടക്കുക, വേണ്ടായിരുന്നു. ഈ സമയത്ത് എന്നാ പറ്റിയത്? ഈ സാത്താൻ ഒരു പ്രത്യേകത ഉണ്ട്. എന്നറിയാമോ? നമ്മളെ കൊണ്ട് വിട്ടിട്ട് മാറി നിൽക്കും. ഇവിടം തൊട്ട് നിരാശ തുടങ്ങും. ഇവിടെ തൊട്ട് നിരാശ. ഇങ്ങനെ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ വഴക്ക് പിടിച്ച ആൾ തന്നെ നമ്മളെ ആശ്വസിപ്പിക്കാൻ വരുന്നത്. സാരമില്ല എന്നും പറഞ്ഞ് തൂത്തുകൊണ്ട് വരും. പിന്നെ തുടങ്ങുന്ന പിശാചിൻ്റെ പേരെന്നാണെന്നറിയാമോ? കലഹം, അടി, നല്ല സൂപ്പർ അടി. ഈ ആശ്വസിപ്പിക്കാൻ ചെന്നാൽ കിട്ടുന്നത് എന്നാണെന്നറിയാമോ? നല്ല അടി. കണ്ടോ? ഏറ്റവും അവസാനം ഇത് തീരുന്നതിൻ്റെ പേരെന്നാണെന്നറിയാമോ? കൊലപാതകം. എന്താ പേര്? ഈ സാത്താൻ ആദ്യം കയറിയത് എവിടെയാണെന്നറിയാമോ? ഈ വെറുപ്പിൻ്റെ ദുരാത്മാവ് ആ വേര് കയറിയത് കായേൻ. കർത്താവ് പറഞ്ഞു, കായേനെ, പാപം, വെറുപ്പ് നിന്റെ മുമ്പിലുണ്ട്, നീ അതിനെ കീഴടക്കിയില്ലെങ്കിൽ കഷ്ടവും സങ്കടവും വന്നു കയറും. കായേന് ഹാബേലിനോട് വെറുപ്പ് തുടങ്ങി, കോപിച്ചു, കണ്ടോ, കയർത്തു, ഒച്ച വെച്ചു, കൊന്നുകളഞ്ഞു. പല വീട്ടിലും ആദ്യം വരുന്ന ഒരു സാത്താൻ ഇതാണ്. ഇത് നമ്മൾ പരിപൂർണമായി ശ്രദ്ധിക്കണം. എന്തെങ്കിലും ദേഷ്യമോ വെറുപ്പോ ഉണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തോ, ആര് വന്നിട്ടുണ്ട്? ആര് വീട്ടിൽ വന്നിട്ടുണ്ട്? സാത്താനുണ്ട് കേട്ടോ. അപ്പം നാവ് എന്തു ചെയ്യും? നാവ് ഏറ്റവും മോശമാകും. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഇന്നത്തെ പാട്ടിലെല്ലാം ഉണ്ട്, നാവ് സൂക്ഷിക്കണം. നാവ് ഒരു വലിയ ആയുധമാണ്. ഈ നാവിലൂടെയാണ് ദൈവസ്തുതി പറയുന്നത്. ഈ നാവിലൂടെ തന്നെ ശപിക്കും, കോണം പിടിക്കലെന്ന് പറയും. പ്രിയമുള്ളവരെ, ഇതാണ് വീട്ടിലാദ്യം വരുന്ന ഒരു സാത്താൻ. ഇതിനെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഈ സാത്താനെ ശ്രദ്ധിക്കുക. രണ്ടാമത് വരുന്ന ഒരു സാത്താനാണ് കണ്ണിൻ്റെ ദുരാശ. കണ്ണിൻ്റെ ദുരാശ ഇന്നെല്ലായിടത്തും ഇത് കയറിയിട്ടുണ്ട് നന്നായി. സോഷ്യൽ മീഡിയകളിലൂടെ സാത്താൻ ഇതാണ് ഏറ്റവും കൂടുതൽ നമ്മളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണിൻ്റെ ദുരാശ, കാണരുതാത്തതെല്ലാം കാണാനുള്ള എല്ലാ വഴികളും തുറക്കുകയാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലൂടെ എന്നാ പറ്റുമെന്നറിയാമോ? ശരീരം അശുദ്ധപ്പെടും. ഞാൻ ഈ പറഞ്ഞ പാപങ്ങളെല്ലാം ശരീരം അശുദ്ധപ്പെടും. കഞ്ചാവ് കഴിച്ചുകൊണ്ടിരുന്ന ഒരു പയ്യൻ, അവൻ്റെ റൂട്ട് കോസ് എന്താണെന്നറിയാമോ? അമ്മയോട് വെറുപ്പ്.
അതാണ് ഇങ്ങനെ പറ്റിയത്. റൂട്ട് കോസ് അതാണ്. അത് ട്രീറ്റ് ചെയ്യണം. അമ്മയോടുള്ള വെറുപ്പാണ് കഞ്ചാവിന് അടിമപ്പെടാനിടയായത്. വെറുപ്പ് നമ്മുടെ ശരീരത്തെ മലിനമാക്കും. ആരോടെങ്കിലും പിണങ്ങിയിരുന്ന പാപം ചെയ്യും. ഓർത്തു വെച്ചു, പിണങ്ങിയിരുന്നാൽ പാപത്തിൻ്റെ വഴികൾ ഓപ്പൺ ആകും. എല്ലാ വഴി ഓപ്പൺ. നോ എന്ന് പറയാൻ പറ്റാതെ പാപം വരും. അതുകൊണ്ട് ഈ തിന്മ ഇറങ്ങിപ്പോകണം. കണ്ണുകളുടെ ദുരാശ മാറിപ്പോകണം. നാവുകൾ മലിനമാകുന്നത് സൂക്ഷിക്കണം. ഇത് പ്രത്യേകമായിട്ട് പ്രിയമുള്ളവരെ നമ്മുടെ പരിശുദ്ധമായ കുംഭസാരത്തിൽ നമ്മൾ പ്രത്യേകം പരിശോധിക്കണം. 3 തരത്തിൽ നമുക്ക് പാപബന്ധനങ്ങളുണ്ട്. ഒന്ന് ദൈവത്തോടുള്ള ബന്ധത്തിൽ. ഒന്നാരോടുള്ള ബന്ധത്തിൽ? ദൈവത്തോട്. നിന്റെ വീട്ടിൽ ദൈവം എങ്ങനെയായിരിക്കണം? 1-ാം സ്ഥാനമുണ്ടായിരിക്കണം. ദൈവത്തിന് എന്തുണ്ടായിരിക്കണം? 1-ാം സ്ഥാനം. റോമാലേഖനത്തിൽ ഒരു വാക്യം പെട്ടെന്ന് ഓർമ്മ വരികയാണ്. ദൈവത്തിന് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട്. എന്നാണെന്നറിയാമോ? റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം. 1-ാമത്തെ പേര് പറഞ്ഞിരിക്കുന്നതിൻ്റെ പേരാണ് അഭക്തി. എന്താണ് പേര്? അഭക്തി എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കുന്നില്ല. 1-ാം സ്ഥാനമില്ല വീട്ടിൽ. നിന്റെ വീട്ടിൽ പ്രാർത്ഥിക്കുന്നുണ്ടോ? യെസ്, പ്രാർത്ഥിക്കുന്നുണ്ട്. എപ്പോൾ? എല്ലാം കഴിഞ്ഞിട്ട് ആർക്കും വേണ്ടാത്തൊരു സമയം ദൈവത്തിന് കൊണ്ട് കൊടുക്കുന്നു. മാലാഖയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവം പറയുന്നു, ആർക്കും വേണ്ടാത്തതല്ലേ നീ കൊണ്ട് തരുന്നത്? നല്ല സമയം മുഴുവൻ നീ ഉപയോഗിച്ചു. വിലയുള്ളതെല്ലാം നീ ഉപയോഗിച്ചു കഴിഞ്ഞു. വിലകെട്ട ഒരു സമയം, ക്ഷീണവും തളർച്ചയും വായിക്കൂട്ടിയും ഉറക്കവും വന്നപ്പോൾ പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥന ഒട്ട് പൂർത്തിയാകത്തുമില്ല. ആ ഭക്തി, ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കാത്തത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്താൽ ദൈവം നമ്മളെ മാനിക്കാൻ തുടങ്ങും. 1 ശമൂവേലിന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യമാണ്, എന്നെ മാനിച്ചാൽ ഞാനും മാനിക്കാൻ തുടങ്ങും. ദൈവം നമ്മളെ മാനിക്കുന്നത് ദൈവത്തിന് വില കൊടുക്കുമ്പോൾ. നീ പള്ളിയിൽ ചെല്ലുമ്പോൾ ദൈവത്തിന് വില കൊടുക്കണം. എങ്ങനെ വില കൊടുക്കണം? ലക്ഷക്കണക്കിന്, ഞാൻ ഓർക്കുകയാണ്, ഒരു ഞായറാഴ്ച ദശലക്ഷക്കണക്കിന് ജനങ്ങൾ കുർബാനയുടെ മുമ്പിൽ നിൽക്കുക. എത്രയോ പേര് കുർബാനയുടെ മുമ്പിൽ നിൽപ്പുണ്ട്. സ്വർഗത്തിൽ ദൈവത്തിൻ്റെ കണ്ണ് 7 കണ്ണെന്നാണ് പറഞ്ഞത്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ കുർബാനയുടെ, വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിൽക്കുന്നു. ദൈവം പറയുന്നു, എൻ്റെ കണ്ണ് എല്ലാവരുടെ മേലുമില്ല. ദൈവത്തിൻ്റെ കണ്ണ് എല്ലാവരുടെ മേലുമില്ല. പിന്നെ ആരുടെ മേലാണുള്ളത്? ആ പള്ളിയിൽ നിൽക്കുമ്പോൾ ഏകാഗ്ര ഹൃദയത്തോടെ ബലിപീഠത്തിൽ ദൈവത്തെ കാണുന്നവൻ ആരാണോ, അവിടെ കോടിക്കണക്കിന് ജനങ്ങൾ നിന്നാലും ദൈവത്തിൻ്റെ കണ്ണ് ആ ബലിപീഠത്തിൽ എന്നെ കാണുന്നവനെ കാണുമ്പോൾ ദൈവം പറയാണ്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. എന്തിനാണെന്നറിയാമോ? ശക്തനാണെന്ന് കാണിക്കാൻ, ഞാൻ ബലവാനാണെന്ന് കാണിക്കാൻ, സകലത്തിനും മതിയായവനാണെന്ന് കാണിക്കാൻ അവൻ്റെ മേൽ ഞാൻ ഇറങ്ങും. 2 ദിനവൃത്താന്ത പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യമാണ് ഞാൻ പറഞ്ഞത്. കർത്താവിൽ സ്നേഹമുള്ളവർ, ദൈവത്തോടുള്ള ബന്ധത്തിൽ ഓർക്കുക, പള്ളിയിൽ പോയിട്ട് എല്ലാവരെയും കണ്ടു. കൈമുത്തി ഇറങ്ങുമ്പോൾ ദൈവം പറയുന്നു, എന്നെ മാത്രം നീ കണ്ടില്ലല്ലോ. സങ്കടമാണ് ദൈവത്തിന്. ആ ദൈവത്തെ കാണാൻ ആഗ്രഹിച്ച് ദാഹിച്ച് ആരെങ്കിലും നിപ്പുണ്ടെങ്കിൽ, കർത്താവിൽ സ്നേഹമുള്ളവർ, ദൈവം അവരുടെ മേലിറങ്ങും. അതുകൊണ്ട് കോടിക്കണക്കുള്ള ആൾക്കാർ നിൽക്കുന്നതിലല്ല, നീ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നാൽ ഇന്ന് ഇവിടെ വന്ന് ദൈവത്തെ കാണണം. വെല്ലം കണ്ടിട്ട് പോയിട്ട് കാര്യമില്ല. വിശ്വാസ കണ്ണു തുറക്കണം. ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കണം. അങ്ങനെ കണ്ടാൽ ദൈവം നിന്റെ മേലിറങ്ങും. ഒരു ശനിയാഴ്ച തൊട്ട് ദാഹിക്കണം. എന്താ ദാഹിക്കേണ്ടത്? ഞാൻ പള്ളിയിൽ ചെല്ലുന്നതിന് മുന്നേ എൻ്റെ ദൈവം പള്ളിയിൽ വരണം. ശമരിയാക്കാരി കിണറ്റുകരി വരുന്നതിന് മുന്നേ യേശുമ്പുരാൻ എവിടെ വന്നു? കിണറ്റുകരി വന്നെന്ന്. നീ പള്ളി ചെല്ലുന്നതിന് മുന്നേ ദൈവം കിണറ്റുകരി വരണം, ദേവാലയത്തിൽ വരണം, ദാഹിക്കണം. ആ ശമരിയാക്കാരി സ്ത്രീ ദാഹിച്ചതിന് മുന്നേ യേശു ദാഹിച്ചു. യേശു പറഞ്ഞു, എനിക്ക് വെള്ളം വേണം. യേശുവിൻ്റെ ദാഹമാണ് നിന്റെ ആത്മീക ദാഹം. അവിടെ ഒരു ശനിയാഴ്ച തൊട്ട് ഒരുങ്ങണം. ദൈവമേ, പള്ളിയിൽ പോകുന്ന ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നീ വരണം, എന്നെക്കുറിച്ച് ദാഹിക്കണം.
ഞാൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് നീ ദാഹിക്കണം. യേശു ദാഹിച്ചാൽ ആ ദാഹമാണ് എൻ്റെ ആരാധന. ആ ദാഹമാണ് എൻ്റെ ആരാധന. കൊണ്ട് ദൈവത്തോടുള്ള ബന്ധം പരിശോധിക്കണം പ്രിയമുള്ളവരെ. വില കൊടുക്കണം, ദൈവത്തിന് സ്ഥാനം കൊടുക്കണം. എല്ലാ ദിവസവും വേദപുസ്തകം വായിക്കണം, ഇല്ലെങ്കിൽ ഏറ്റുപറയണം എല്ലാ ദിവസവും. കാരണം കർത്താവ് സാത്താനെ വെല്ലുവിളിച്ചു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിലെ വചനം കൊണ്ടുമാണ് ജീവിക്കുന്നത്. വില കൊടുക്കണം. ആകയാൽ വേദപുസ്തകം വായിക്കണം. രണ്ടാമത്തെ ഒരു മേഖല മനുഷ്യരോടുള്ള ബന്ധം. മനുഷ്യരോടുള്ള ബന്ധം. നിന്റെ വീട്ടിൽ നിന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കണം. വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് ഇടപെടലുകൾ കൊണ്ട് നൊമ്പരപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഏറ്റുപറയണം. കുടുംബത്തിൽ മറ്റുള്ള മനുഷ്യരോട് വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് ഇടപെടലുകൾ കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഇടർച്ചയുണ്ടെങ്കിൽ ഏറ്റുപറയണം. സാഹചര്യം പറയരുത്. പലരുടെയും കുമ്പസാരം എന്നാണെന്നറിയാമോ? കുമ്പസാരത്തിൻ്റെ റിയൽ മോഡൽ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലുണ്ട്. യേശു ചോദിക്കുന്നു, ദൈവം ചോദിക്കുന്നു, തിന്നരുതെന്ന് പറഞ്ഞ പഴത്തിൻ്റെ ഫലം തിന്നോ? കുമ്പസാരത്തിൻ്റെ മോഡലാണ് കേട്ടോ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 11-ാം വാക്യം. തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ വൃക്ഷത്തിൻ്റെ ഫലം തിന്നോ? ആദാമിനോട് ഉത്തരം പറഞ്ഞ് നിങ്ങൾ എന്നാ ഉത്തരവുള്ളത്? ഓപ്ഷൻ ക്വസ്റ്റ്യനാണിത്. തിന്നോ ഇല്ലയോ? എന്നാ ഉത്തരം? ഏത് ഭാഷയായി പറയുന്നേ? എൻ്റെ പള്ളിയിലൊക്കെ ബംഗാളികൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് ഇപ്പം. എന്താ ഉത്തരം പറയാനുള്ളത്? തിന്നു, തിന്നില്ല കേട്ടോ. പക്ഷെ എന്താ ഉത്തരം പറഞ്ഞേ? ഇതാണ് നമ്മുടെ കുമ്പസാരം. അത് അങ്ങനെ പോയപ്പോൾ ഇങ്ങനെ ഇത് പറയരുത്. ഇതല്ല കുമ്പസാരം. നീ തന്ന സ്ത്രീ ഇതൊന്നും പറയണ്ട. നല്ല അവസരം ദൈവം കൊടുത്തു. തിന്നോ ഇല്ലയോ? യെസ്, കഴിഞ്ഞു. അവിടെ വെച്ച് പ്രിയമുള്ളവരെ ഈ ബന്ധനം അഴിഞ്ഞേനെ. ന്യായീകരണം നമ്മുടെ കുമ്പസാരത്തിൽ ഇത് വേണ്ട. ആവശ്യമില്ലാത്ത ഒന്നും വളച്ചു കെട്ടി പറയരുത്. നീ ചെയ്തോ ഇല്ലയോ? ഇതാണ് ദൈവം ചോദിക്കും. നീ ചെയ്തോ ഇല്ലയോ? അത് മാത്രം പറഞ്ഞാൽ മതി. ഭർത്താവ് ഇടിച്ചപ്പോൾ തവിട്ടിയപ്പോൾ ഞാൻ ചൂലു, ഇതൊന്നും ആവശ്യമില്ല. ഇതിൻ്റെ ആവശ്യമില്ല. ഇത് പറയരുത്. പ്രിയമുള്ളവരുടെ എല്ലാവരുടെയും പാപമല്ല പറയേണ്ടത്, നമ്മുടെ പാപം. മനുഷ്യരോടുള്ള ബന്ധം. മൂന്നാമത്തെ എന്താണെന്നറിയാമോ? നമ്മളോടുള്ള ബന്ധം. അതിലേറ്റവും ദൈവത്തിനെ വിഷമിപ്പിക്കുന്നത് എന്നാണെന്നറിയാമോ? നിരാശ. ദൈവത്തിന് ഏറ്റവും വിഷമുള്ള കാര്യം നിരാശ. വ്യക്തിപരമായ ജീവിതത്തിൽ എന്താ നിരാശ? എന്നെ ആദ്യം കണ്ടത് ആരാ? അല്ല, നിങ്ങളെ ആദ്യം കണ്ടത് ആരാ? അമ്മയാണോ അപ്പനാണോ? അമ്മ. ആരായിരിക്കും ആദ്യം കണ്ടത്? ഇവരാരുമല്ല. യെരമ്യാവിനോട് പറയുന്നു, ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ കണ്ടടാ നിന്നെ. യെരമ്യാവേ, നിന്നെ കണ്ടടാ. എൻ്റെ ഉള്ളം കയ്യിൽ ഇങ്ങനെ കണ്ടു നിന്നെ. നിന്റെ ഈ രൂപവും ഭാവവും ബലഹീനതയും കുറവും വീഴ്ചയും എല്ലാം കണ്ടു. എന്നിട്ട് ദൈവം പറഞ്ഞു, ഐ ലവ് യു. എനിക്ക് നിന്റെ ഇഷ്ടമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ദൈവത്തിൻ്റെ വാ കൽപ്പിച്ചത് ഉണ്ടാകട്ടെ എന്ന്. എന്നെ ആദ്യം കണ്ടത് എൻ്റെ ദൈവമാണ്. ദൈവം എന്നെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ദൈവം പറഞ്ഞു ഉണ്ടാകട്ടെ. അപ്പോഴാണ് ഒരു അപ്പനെയും അമ്മയും എനിക്ക് തന്നതെന്ന്. ആ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ഞാൻ കേട്ടോ. ഈ ലോകത്തിൽ ആരും നിന്നെ കുറവുള്ളവനാന്ന് പറഞ്ഞാലും വിഷമിക്കണ്ട. ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ആ ദൈവം വിഷമിക്കുന്ന എപ്പോഴാണെന്നറിയാമോ? നീ നിന്നെ വെറുത്തോണ്ടിരിക്കുമ്പോൾ. വേണ്ടായിരുന്നു, ജീവിക്കണ്ടായിരുന്നു. ആരെയാണ് ഈ വെറുത്തെന്നറിയാമോ? നിന്നെ ഇഷ്ടപ്പെട്ട് ഈ ജീവൻ തന്ന ദൈവത്തെയാണ് നീ വെറുക്കുന്നത്. അപ്പോൾ തന്നെ സാത്താൻ പോയി ദൈവത്തോട് പറയും, കണ്ടോ, നിന്നെയാണ് അവൻ വെറുക്കുന്നത്. എന്തിന് നീ ഈ ജീവൻ കൊടുത്തു? കർത്താവേ, പ്രിയമുള്ളവരെ, നിരാശ അത് നമ്മൾ നന്നായിട്ട് ഏറ്റു പറയണം. എൻ്റെ ദൈവമേ, നിൻ്റെ ഇഷ്ടമായിരുന്നു ഞാൻ. നീ ഇത്രമാത്രം എന്നെ സ്നേഹിച്ചല്ലോ. ആരെല്ലാം ഇട്ടിട്ട് പോകായാലും കർത്താവിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ആ കല്ലെറിയാൻ കൊണ്ടുവന്ന സ്ത്രീയോട് പറഞ്ഞ് എനിക്ക് ഇട്ടിട്ട് പോകാൻ പറ്റില്ല. പ്രിയമുള്ളവരെ, മറ്റൊരു വ്യക്തിപരമായ ജീവിതമാണ് അലസത. എല്ലാവർക്കും ഉണ്ട് കേട്ടോ. ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. അലസത. ഈ അലസത വന്നാൽ പാപത്തിൻ്റെ വഴി തുറക്കും. ഏറ്റുപറയണം, ഏറ്റുപറയണം. മറ്റൊരു വ്യക്തിപരമായ ജീവിതത്തിൽ ആർക്കും കാണാൻ പറ്റാത്ത ഒന്നാണ്, ഇവിടെ ഇത്രയും പേരുള്ളതിൽ ഞാനാണ് ഏറ്റവും നല്ലത്. ഞാനല്ല ഇപ്പം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാനല്ല. ഇതിൻ്റെ പേരെന്താണെന്നറിയാമോ? അഹങ്കാരം. ഏത് സമയത്ത് അഹങ്കരിച്ചോ സാത്താൻ ആരാണെന്നറിയാമോ? മാലാഖ അഹങ്കരിച്ചപ്പോൾ സെക്കൻഡിൽ സാത്താനായി.
നമുക്ക് വീട്ടിലേക്ക് ഒരു മെടുക്കുണ്ട്, ഈ വീട്ടിൽ ഞാൻ മാത്രമേ കൊള്ളാവുന്നു. സാത്താനായെന്ന് അതിൻ്റെ അർത്ഥം. ഇത് ദൈവത്തോട് ഏറ്റു പറയണം, ദൈവത്തോട് ഏറ്റു പറയണം. ഇത് വ്യക്തിപരമായ ജീവിതം, നന്നായി കുമ്പസാരിക്കണം. അവസാനം ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തട്ടെ. പാപം നമുക്കാർക്കും സ്വതവേ ഉപേക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ടൊരു വാക്യം എല്ലാവരും എന്നും ചൊല്ലണം. തീമോത്തിയോസിനോട് പൗലോസ് ശ്ലീഹ പറയുകയാണ്, തീമോത്തിയോസിൻ്റെ 2-ാം ലേഖനം 4-ാം അധ്യായം 18-ാം വാക്യം. മറ്റു ചില ദോഷങ്ങളാണെങ്കിൽ പോലും എനിക്ക് ആ വാക്കുകൾ നല്ല ഇഷ്ടപ്പെട്ടു. പൗലോസ് ശ്ലീഹ സുവിശേഷ പ്രസംഗത്തിൽ ചിലരെ ദോഷം ചെയ്തു, എന്നാലും ആ വാക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്നാണെന്നറിയാമോ? പൗലോസ് ശ്ലീഹ പറയുകയാണ് തീമോത്തിയോസിനോട്, മകനെ തീമോത്തിയോസേ, കർത്താവ് എന്നെ എല്ലാ ദുഷ്പ്രവൃത്തികളിൽ നിന്നും വിടുവിക്കും. ഒന്ന് പറയാമോ? കർത്താവ് എന്നെ എല്ലാ ഇനി പാപങ്ങളിൽ നിന്നാണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. കർത്താവ് എന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും വിടുവിക്കും. പറഞ്ഞേ, ഉറപ്പുണ്ടോ? വിശ്വസിക്കണം കേട്ടോ. കർത്താവ് എന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും വിടുവിക്കും. പറഞ്ഞോ, തൻ്റെ സ്വർഗരാജ്യത്തിനായിട്ട് എന്നെ രക്ഷിക്കും. എന്നെ എവിടെ കൊണ്ടുപോകും? സ്വർഗത്തിൽ കേട്ടോ. അവൻ എന്നേക്കും മഹത്വം. ഇതാരും പറയുന്നില്ല. അവൻ എന്നേക്കും ആമേൻ. എന്താ ഈ ആമേൻ എന്ന് പറഞ്ഞാൽ? ഈ പറഞ്ഞതിന് എന്തില്ല? മാറ്റമില്ല. ഇത് നടക്കും. കണ്ണുകൾ അടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ബാറയ്ക്കുമോർ, ലോകസ്ഥാപനത്തിന് മുന്നേ, എൻ്റെ അപ്പനും അമ്മയും എന്നെ കാണുന്നതിന് മുന്നേ, ഈ ലോകത്തിൽ മറ്റാരും എന്നെ അറിയുന്നതിന് മുന്നേ, തൻ്റെ ഉള്ളംകൈയിൽ എന്നെ കണ്ട ദൈവമേ, ഇന്ന് ഹാഗാർ പറഞ്ഞതുപോലെ എനിക്ക് പറയാൻ കഴിയണം. ഹാഗാർ പറഞ്ഞു, എന്നെ കണ്ടവനെ ഇപ്പോൾ ഞാനും കാണുന്നല്ലോ. അവളൊരു കുഞ്ഞിനെയും കൊണ്ട് മരിക്കുവാൻ ഇറങ്ങി. ദൈവം പുറകെ നടന്നു. ഹാഗാറേ, ഹാഗാറേ. ആ വിളിയുടെ ഇമ്പസ്വരം അവിടെ ഹൃദയത്തിൽ, ആ ദാഹാർത്തമായിരുന്ന ഹൃദയത്തിൽ എവിടെയോ നനവ് നൽകി. അവൾ പറഞ്ഞു, എന്നെ കണ്ടവനെയാണല്ലോ ഞാനിപ്പോൾ കണ്ടത്. ഞാൻ മറ്റു പല മനുഷ്യരെയും കണ്ടു, അവർക്കാർക്കും എന്നെ ഇഷ്ടമില്ല. എൻ്റെ ദൈവമേ, ഇത്രത്തോളം നീ എന്നെ സ്നേഹിച്ചു. നിന്നെയാണല്ലോ ഞാൻ നൊമ്പരപ്പെടുത്തിയത്. പത്രോസ് ശ്ലീഹ കർത്താവിനെ ഉപേക്ഷിച്ചു, പലവട്ടം ഉപേക്ഷിച്ചു. അവസാനം നീറോ ചക്രവർത്തി അവനെ കൊല്ലുവാൻ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ അവൻ സ്വർഗത്തിലേക്ക് നോക്കി, യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, ഇപ്രാവശ്യം ഞാൻ തള്ളിപ്പറയില്ല, ഇപ്രാവശ്യം ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല. നീ എന്നെ അത്രമേൽ സ്നേഹിച്ചല്ലോ. എൻ്റെ ദൈവമേ, സകല പാപങ്ങളും ക്ഷമിക്കുവാൻ കഴിവുള്ളവനായ മഹാപുരോഹിതൻ്റെ അടുക്കലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. സാത്താൻ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അധികാരമൊഴിയണം. സർവായുധവും വെച്ച് ക്രൂശിൽ ജയോത്സവം കഴിച്ച യേശുവിൻ്റെ മുമ്പിൽ സാത്താൻ കീഴടങ്ങുന്നു. സാത്താൻ തോറ്റവനാണ്, കർത്താവ് ജയിച്ചവനാണ്. അവൻ ഞങ്ങളുടെ കുടുംബത്തിൽ ജയോത്സവമായി കടന്നു വരുന്നു എന്ന് വിശ്വസിക്കുന്നു. കർത്താവ് എല്ലാ പാപങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ച് തൻ്റെ സ്വർഗരാജ്യത്തിനായിട്ട് എന്നെ രക്ഷിക്കും. അവൻ എന്നേക്കും മഹത്വം. ആമേൻ. ദൈവത്തിന് നന്ദി പറയുന്നു. ഈ സന്ധ്യ ഒരുക്കി തന്ന ദൈവത്തിന് നന്ദി പറയുന്നു. ഇവിടേക്ക് വളരെ സ്നേഹത്തോടുകൂടി എന്നെ ക്ഷണിച്ച നമ്മുടെ ഭദ്രാസനത്തിൻ്റെ ഇടയശ്രേഷ്ഠൻ അഭിവന്യ DS കുറു സിരിമേനിയോടും ഈ കൺവെൻഷൻ്റെ രക്ഷാ അധികാരികളോടും വൈദിക ശ്രേഷ്ഠരോടും നിങ്ങളെല്ലാവരോടുള്ള സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ബലഹീനരായ ഞങ്ങളെയൊക്കെ ഓർക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.